അപ്പം അങ്ങനെ കേവല അനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധി ദൃക്ക് ആണ് ഭഗവാൻ. എല്ലാത്തിനെയും അറിയുന്നവരാണത്രേ ഭഗവാൻ. അപ്പം ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഭഗവാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഈ ഹരിനാമകീർത്തനത്തിൽ എന്ത് പറഞ്ഞത്? യാതൊന്നു കൺമതത് അതുണ്ടല്ലോ അല്ലേ, യാതൊന്നതൊക്കെ ഹരി നാരായണ, സകലതും ഭഗവാനാണ്. എന്നിട്ട് പറയുകയാണ് കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് ഒരു വിധത്തിലൊക്കെ മനസ്സിലാക്കിയൊക്കെ വെച്ചു. അപ്പോഴാണ് പറയുന്നത് കാണുന്ന ആളും ആര് തന്നെയാണ്? കഴിക്കും. അപ്പോൾ കാണുന്ന വസ്തുവും ഭഗവാനാണ്, കാണുന്ന ആളും ആര് തന്നെയാണ്? കണ്ട. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ സഹസ്രനാമം തീരാറാകുമ്പോഴത്തേക്കും എല്ലാം ഭഗവാനാണെന്ന് പറയും അല്ലേ. യജ്ഞഭൃത്, യജ്ഞകൃത്ത്, യജ്ഞി ഒക്കെ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. യജ്ഞം ചെയ്യുന്നയാളും യജ്ഞം എന്നുള്ള പരിപാടിയും പിന്നെ എന്താ അത് സ്വീകരിക്കുന്നയാളും എല്ലാം ആര് തന്നെയാണ്? ഒക്കെ ഭഗവാനാണ്. അപ്പം രണ്ടാമതൊരു വസ്തു ഇല്ല എന്നതാണ് ശരിയായ അറിവ്. ഈ അറിവിൽ ഉറക്കിയാണ് നമുക്ക് ഭയമില്ലാതെയാവാൻ ഒരു മാർഗം. ഏതറിവിൽ? രണ്ടാമതൊരു വസ്തു ഇല്ല, അതാണ് ഉറപ്പിക്കേണ്ടത്. സ ഏവ, അതേ ഭഗവാൻ തന്നെയാണ്. സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം. ഈ മൂന്ന് ഗുണങ്ങളും ചേർന്ന ഈ പ്രപഞ്ചത്തെ ഉണ്ടല്ലോ ആദ്യം സൃഷ്ടിച്ചതും ഈ ഭഗവാൻ തന്നെയാണ്. തദനുത്വം ഹ്യപ്രവിഷ്ട, എന്നിട്ട് അതിലൊക്കെ കയറിയിരിക്കുക അത്രേ. എങ്ങനെ? പ്രവിഷ്ട ഇവ ഭാവ്യസേ, ഭഗവാൻ എങ്ങോട്ടും കയറുന്നുമില്ല, വരുന്നുമില്ല, പോകുന്നുമില്ല. നമുക്കങ്ങനെ തോന്നും അല്ലേ. അഖണ്ഡ എന്തത്? മണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന. അങ്ങനെയാണ് പറയാം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും തദനുത്വം ഹ്യപ്രവിഷ്ട, എല്ലാത്തിലും ഭഗവാനാണ്. എന്നിട്ടോ പ്രവിഷ്ട ഇവ ഭാവ്യസേ, അങ്ങനെ ഭാവിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അതിന് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരണ്ട അല്ലേ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ട്. മനസ്സിലായി. അപ്പോൾ വൈകുണ്ഠത്തിലുണ്ടോ? നോക്കിയിട്ട് വരാമെന്നോ? ഉണ്ട്. അതങ്ങനെ കുറയുന്ന വസ്തു അല്ലല്ലേ, എടുത്താൽ കുറയാത്തയാളാണ്, അവ്യയനാണ് അത്രേ ഭഗവാൻ. അതേപോലെ നമ്മൾ ഇന്നലെ പാടിയല്ലേ അഖിലാണ്ടമണ്ഡലം, അതാണ്. അതിനുള്ള എന്ത് ദീപമാണ്? ആനന്ദദീപം കൊളുത്തി എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെയൊക്കെ ഉള്ളിൽ ചൈതന്യമായിട്ട് ഭഗവാൻ ഇരിക്കുകയും കൂടിയുണ്ട്. അപ്പോൾ കാണുന്ന വസ്തുവും ഭഗവാനാണ്, കാണുന്നയാളും ഭഗവാനാണ്. ഇങ്ങനെയെല്ലാം ആര് സ്തുതിച്ചു? വസുദേവര് സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? ഇതൊക്കെ അവിടെ ധാരാളം കിട്ടും. എവിടെ? വൈകുണ്ഠത്തിലെ. അവിടെ ഋഷിമാരും ദേവന്മാരും ഒക്കെ വന്ന് നിരന്തരം ഈ പരിപാടി തന്നെയാണ്. അവർക്ക് തന്നെ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറയും അല്ലേ. ഉറപ്പിക്കാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ തുടർച്ചയായിട്ട് പറയുക അല്ലേ. അതുപോലെയാണ് ദേവന്മാരും ഋഷിമാരും ഒക്കെ വന്നിട്ട് എന്ത് പറയും? നമ്മൾ ഈ ആൾക്കാരെ സുഖിപ്പിക്കാനായിട്ട് പറയുമല്ലോ അല്ലേ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ കൊഴിഞ്ഞു പോയേനെ, വെറുതെ പറയുകയാണ്. എന്നാലും നമ്മൾ എന്ത് പറയും? ഇനി ഒരൊറ്റ പ്രതീക്ഷ ആരേ ഉള്ളൂ, നിങ്ങളെ ഉള്ളൂ എന്നൊക്കെ ചെന്ന് പറയും. അതുപോലെ ദേവന്മാർ അവരുടെ ഈ എന്താ പറയുക അസൂയ, കുന്നായ്മ, കുശുമ്പ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാന്റെ അടുത്ത് എന്ത് എന്നിട്ട് പറയും? ഈ സ്തുതിയൊക്കെ പറയും. അതുകൊണ്ട് ഭഗവാൻ തന്നെ ബോറടിച്ചിരിക്കുകയാണ് ഇത് കേട്ടിട്ടേ. അങ്ങനെയാണ്. എന്നാൽ കൃഷ്ണനായിട്ട് ഇത്തിരി ലീലകളൊക്കെ ആകാം എന്ന് കരുതി ഇവിടെ വന്നത്. അപ്പോൾ അച്ഛനിപ്പോൾ ഗംഭീര സ്തുതിയാണ്. അപ്പോഴാണ് ഭഗവാൻ ഓർത്തത് എൻ്റെ അമ്മ ഉണരട്ടെ, ദേവകി മയങ്ങിക്കിടക്കുകയാണ്, അമ്മ ഉണരട്ടെ, അപ്പം കാണിച്ചു തരാമെന്നായി. അങ്ങനെ ദേവകി ഉണർന്നു. അധീനം ആത്മജം വീക്ഷ്യ മഹാപുരുഷ ലക്ഷണം ദേവകി തം ഉപാധാവത് കംസാദ്ഭീത ശുചിസ്മിത. കംസനെ പേടിയൊക്കെ ഉണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ഭഗവാൻ തന്നെ അവതരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ. ഇതിപ്പോൾ ഈ വസുദേവനേക്കാളും കഷ്ടമായി ആരുടെ സ്തുതി? ദേവകിയുടെ സ്തുതി. അതാണേ അങ്ങയുടെ ഈ രൂപം ഉണ്ടല്ലോ, ഇതിനെയാണത്രേ പണ്ട് ആൾക്കാർ അവ്യക്തം എന്ന് പറഞ്ഞിരുന്നത്. അതാണ് പ്രാഹു അവ്യക്തം. പിന്നെ എന്താണ്? ബ്രഹ്മം തന്നെയാണിത്. പിന്നെ നിരന്തരമായിട്ടുള്ള പ്രകാശമാണ്, ഗുണരഹിതനാണ്, നിർഗുണം.
നിർവികാരം. ഇന്നലെ രാത്രി പറഞ്ഞാണല്ലേ മെനക്കെട്ടിരുന്നിട്ട്. വികാരമില്ലാത്തയാളാണ്, സത്താ മാത്രം, ആ ചൈതന്യം മാത്രമായിട്ടുള്ള വസ്തുവാണ്. നിർവിശേഷം, അതിനോട് ഉപമിക്കാൻ മറ്റൊരു വസ്തു ഇല്ല. എതിനോട് ഉപമിക്കാൻ? ഭഗവാനോട്. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ആകെ പറഞ്ഞത് എന്താണ്? കറണ്ട്, ഇലക്ട്രിസിറ്റി തൽക്കാലത്തേക്കൊരു ഉദാഹരണമാണ്. ആർക്ക്? ഭഗവാൻ, അല്ലേ? ഇലക്ട്രിസിറ്റിക്ക് ആരോടും പ്രത്യേകിച്ച് മമതയൊന്നും ഇല്ല. ഞങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ, തൊട്ടാലും ഞങ്ങളെ ഷോക്ക് അടിക്കത്തില്ല കേട്ടോ. അതെന്താ? ഞങ്ങളുടെ വീട്ടിലാണ്. അങ്ങനെയുണ്ടോ? ഇല്ല. അതിനെന്തില്ല എന്ന് പറഞ്ഞു വന്നത്? കണ്ടോ, മമതയില്ല. നമ്മുടെ വീട്ടിലെ നായ നമ്മളെ കടിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കറണ്ട് ആരെ കടിക്കില്ല, അങ്ങനെയില്ല. അതാണ് പറഞ്ഞു വന്നതേ. നിർവിശേഷം, അതിനോട് തുലനപ്പെടുത്താൻ വേറൊന്നുമില്ല. പിന്നെ ആകെ നമ്മൾ ഇലക്ട്രിസിറ്റി, അല്ലേ? നമ്മളിപ്പോൾ ഇത്തിരി ഇരുട്ട് വന്നല്ലേ ഇവിടെ, ഉടനെ അവിടെ ഇരുന്ന കറണ്ടിന് വെറുതെ തോന്നി, പാവങ്ങളെ ഇരുട്ടത്തിരിക്കുക, എന്നാൽ ഇത്തിരി എന്ത് കൊടുത്തേക്കാം? അതുമില്ല. സ്വിച്ച് ഇട്ടാലേ എന്ത് വരുള്ളൂ, കേട്ടോ. അപ്പോൾ ആരോടും ഒരു വിരോധവും ഇല്ല, ഒരു താല്പര്യം ആർക്കില്ല? ഇലക്ട്രിസിറ്റിക്കില്ല. ഇത് തൽക്കാലത്തേക്കൊരു ഉദാഹരണമാണ്, അല്ലേ? ഇലക്ട്രിസിറ്റിയെ നമുക്ക് നിയന്ത്രിക്കാം, നിർമ്മിച്ചെടുക്കാം. പക്ഷെ ഇത് രണ്ടും ആരോട് പറ്റില്ല? ഭഗവാനോട് പറ്റില്ല. അതിനെ ഉണ്ടാക്കാനും പറ്റില്ല, നിയന്ത്രിക്കാനും പറ്റില്ല, ഇല്ലാതെയാക്കാനും പറ്റില്ല. പിന്നെ തൽക്കാലം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം, അത്രയല്ലേ ഉള്ളൂ, അല്ലേ? പലപ്പോഴും ഈ ഉദാഹരണങ്ങൾ യഥാർത്ഥ വസ്തുവിനെ കാണിച്ചു തരുമൊന്നുമില്ല, അതിൻ്റെ തോന്നൽ മാത്രം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. ഈ ജഡഭരതൻ, നമ്മൾ ആ കഥ പറഞ്ഞു പോയതാണ്. ജഡഭരതൻ്റെ കഥ പറയുമ്പോഴേ, ജഡഭരതനോട് രഘുഗണൻ എന്ന രാജാവ് ചില ചോദ്യങ്ങൾ ചോദിക്കും. അതിലൊരു ചോദ്യമാണ്, എനിക്കൊരു ശരീരമുണ്ട്, അതിനുള്ളിൽ മനസ്സുണ്ട്, അതിനുള്ളിൽ ചൈതന്യമായിട്ട് ഭഗവാനുമുണ്ട്. ശരി, അങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മുടെ ശരീരം, അതിനകത്ത് മനസ്സ്, അതിനുള്ളിൽ ഭഗവാനുമുണ്ട്. ഇങ്ങനെയാണല്ലോ, അല്ലേ? അതെ. അപ്പോൾ ശരീരത്തിനുണ്ടാകുന്ന വേദനകളും ഒക്കെ മനസ്സിനെ ബാധിക്കുന്നില്ലേ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്നത് ആരെയും ബാധിക്കണം? ഉള്ളിലുള്ള വസ്തുവിനെ ബാധിക്കണ്ടേ? പറഞ്ഞ പോലെ ശരിയാണല്ലോ, അല്ലേ? ബാധിക്കണ്ടേ? അതാ. അപ്പോഴാണ് ഈ ജഡഭരതൻ പറഞ്ഞത്, ഈ ഉദാഹരണം തെറ്റിപ്പോയി. ഉദാഹരണം ഇവിടെ ചേരില്ല. ചില വിഷയത്തിൽ ചില ഉദാഹരണം ചേരില്ല. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. അത് പറയുന്നുണ്ട് ഇവിടെ. അങ്ങ് ബുദ്ധിമാനെ പോലെ ചോദിക്കുന്നു, ബുദ്ധിമാനെ പോലെ കാണപ്പെടുന്നു, പക്ഷെ ബുദ്ധിയില്ലാത്തവരെ പോലെ ചോദിക്കുന്നു എന്ന്. നമ്മൾ അതിനൊരു ഉദാഹരണം പറഞ്ഞത്, ഒരു കലം വെച്ചു, കലത്തിൽ വെള്ളം ഒഴിച്ചു, വെള്ളത്തിൽ അരിയിട്ടു, എന്നിട്ടോ കലത്തിനടിയിൽ തീയിട്ടു. തത്ഫലമായിട്ട് എന്ത് വെന്ത് കിട്ടി? അരി വെന്ത് കിട്ടി. അരിക്ക് തീയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല, അല്ലേ? പിന്നെയോ പാത്രം ചൂടായി, വെള്ളം തിളച്ചു, അങ്ങനെ എന്ത് വെന്ത് കിട്ടി? വേണ്ടില്ല. അരി വെന്താലേ സദ്യ നടക്കുള്ളൂ, ഇല്ല എന്ന് പറയില്ലേ? അരി വെന്ത് കിട്ടി, അല്ലേ? പിന്നെ എന്തായി? അപ്പോഴാണ് ഈ നമ്മുടെ രഘുഗണനോട് ജഡഭരതൻ പറഞ്ഞത്, നമ്മൾ അവിടെ ഒരു അടുപ്പ് കൂട്ടിയിട്ട് അവിടെ പാത്രം വെച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് എന്തിട്ടു? അരിയിട്ടു. ഇവിടെ അതുപോലെ തന്നെ വെച്ചു. രണ്ടറ്റത്തും വേണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അല്ലേ? ഇവിടെയും കലം വെച്ച്, അടുപ്പ് കൂട്ടി കലം വെച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്തു? അരിയിട്ടു. അതിൻ്റെ അടി തീയിട്ടു. ഏതിൻ്റെ അടിയിൽ? അതെ. എന്നിട്ട് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഞെക്കി നോക്കുക ബന്ധമെന്ന്. അങ്ങനെ വേകുമോ? അതെന്താ വേകാത്തത്? അതാണ്. അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് സ്ഥലമൊക്കെ ഉണ്ട് കിടക്കാനായിട്ട്, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാത്തതേ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ കൈ മുറിഞ്ഞു, കൈക്ക് വേദനയുണ്ടേ? ഉണ്ടെന്നും ഇല്ലെന്നോ? ഉണ്ട്. മനസ്സിനോ? മനസ്സിനും വിഷമമുണ്ട്, അല്ലേ? ആരുടെ കൈയാണ് മുറിഞ്ഞത്? അതാണ്, നമ്മുടെ അല്ലല്ലോ. പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ പറയുക? എൻ്റെ എന്നാണ് പറയുക. അതാ ചോദിച്ചത്. നമ്മുടെ അല്ല, എൻ്റെ കൈ മുറിഞ്ഞു. അപ്പോൾ കൈ മുറിഞ്ഞാൽ കൈക്കും വേദനയുണ്ട്, പിന്നെ മനസ്സിനും വിഷമമുണ്ട്. ഇനി മുറിഞ്ഞത് മകൻ്റെ കൈയാണെന്നിരിക്കട്ടെ, ശരീരത്തിന് വേദനയുണ്ടോ? മനസ്സിനോ? അതെങ്ങനെ ഉണ്ടായ? അതാണ്. അതിനടി തീയിട്ട ഇവിടെ വേഗണോ? ഇപ്പം പിടികിട്ടിയ കാര്യം. തീയിട്ടത് എവിടെയാണ്? ഇത്രേ ഉള്ളു കാര്യം. ഉദാഹരണം ചേരില്ല, അത്രേ. ഈ കലം വെള്ളം അരി പരിപാടി ചേരില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. അതായത് നമ്മൾ ചെയ്തത് എന്താണ്? മകൻ്റെ ശരീരവും കൂടി എൻ്റെ എന്നതിൽ ഉൾപ്പെടുത്തി. അപ്പോഴല്ലേ വിഷമം ഉണ്ടായത്? കണ്ട,
ഇത്രേ ഉള്ളു കാര്യം. അപ്പം നമ്മൾ എവിടെ വരെ എൻ്റെ കൊണ്ടുപോകുന്നോ അവിടെ വരെ ദുഃഖം, സംഘർഷം, പ്രശ്നം. അപ്പോൾ സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ എന്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരണം? വേണ്ടിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. കാര്യമൊക്കെ മനസ്സിലായി, പക്ഷെ പറ്റണില്ല. അത്രേ. എന്ത് പറ്റുന്നില്ല? ശ്രമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തമിഴിൽ പറയല്ലേ, നിനത്താൽ ഞാൻ പുലിയെ പിടിപ്പേൻ. ഞാൻ വിചാരിച്ചാൽ ആരെ പിടിക്കും? പുലിയെ പിടിക്കും. ആനാൽ ഉയർ പോനാലും ഞാൻ നനയ്ക്ക് മാട്ടെ. തല്ലിക്കൊന്നാലും ഞാൻ എന്ത് ചെയ്യില്ല? വിചാരിക്കില്ല. പിന്നെ എങ്ങനെയാണ്? അതുപോലെ കാര്യം മനസ്സിലായി. നന്നായിട്ട് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ എന്ത് കുറച്ചാൽ മതി? പക്ഷെ വയസ്സാകും തോറും ഇത് കൂടിക്കൂടിയ വരിക. ഏത്? അതാണ്. ഇപ്പൊ വീട്ടില് നിങ്ങള് അരി ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പാത്രം ഇല്ലേ? കണ്ടോ? ഉണ്ടെന്ന്. അതിനകത്ത് നമ്മൾ എന്തുകൊണ്ട് വെച്ചിട്ടുണ്ട്? എൻ്റെ. അതുകൊണ്ടാണ് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ വെറുതെ ചോദിച്ചാണ്. അപ്പൊ ഉണ്ടത്രേ. ഏതുണ്ട്? അത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും അല്ലേ? കൂടിപ്പോയി കഴിഞ്ഞാൽ 30 രൂപ 40 രൂപ വില വരും. പിന്നെ സ്റ്റീലിൻ്റെയാണ് അല്ലേ? അതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ഇടുന്നവരെ അതിനെല്ലി വെട്ടിയാൽ ഇവിടെ വന്ന് ദുഃഖിച്ചിരിക്കുക. ഏത് പോയി? ഇവിടെ ഭാഗവതം പറയാം. അന്നേരം എന്തോർത്തോണ്ടിരിക്കുകയാണ്? 30 രൂപയുടെ പാത്രം ആര് വെട്ടിയെന്ന് കണ്ടോ? കപ്പൽ പോയ കപ്പിത്താനെ പോലെ ഇങ്ങനെ ഇരിക്കുകയായി. അപ്പം സകല സാധനവും നമ്മളെ ബാധിക്കും. പക്ഷെ ബാധിക്കാണ്ടിരിക്കണമെങ്കിൽ ആര് തന്നെ തീരുമാനിക്കണം? നമ്മൾ തന്നെ തീരുമാനിക്കണം. വേറെ ആർക്കും നമ്മളെ ഈ കാര്യത്തിൽ സഹായിക്കാൻ പറ്റില്ല. ഒരാൾ ഓടി വന്നിട്ട് പറയണ അവിടെ ഒരു വീടിൻ്റെ മേളിൽ തെങ്ങ് വീണു എന്ന് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത്. ഏത് വീടിൻ്റെ മേളിൽ വീണാലാണ് നമ്മളെ ബാധിക്കുക? കണ്ടോ? എൻ്റെ ആയില്ലേ? അയലൊക്കത്ത് വീണാൽ ഇത്തിരി രസവും കൂടിയുണ്ട് കേൾക്കാനൊക്കെ ആയിട്ടല്ലേ? അല്ലെങ്കിൽ ഇത്തിരി നെകളിപ്പ് കൂടുതലായിരുന്നു എന്ന് ആരോർക്കും? എൻ്റെ. അപ്പോൾ നമ്മൾ എവിടെ വരെ എൻ്റെ മമത കൊണ്ടുവയ്ക്കുന്നോ അവിടെ വരെ എന്തുണ്ടായി? ദുഃഖവും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ ഭാവിയിലേക്ക് നമ്മൾ കരുതി വെക്കേണ്ടത് എന്താണ്? അസംഗശസ്ത്രേണ ദൃഢേണ ചിത്വ. ഒട്ടലില്ലായ്മ ശീലാക്കി വയ്ക്കുക. നിലയും പറഞ്ഞതാണ്. ചക്ക മുറിക്കുന്നതിന് മുന്നേ കയ്യിൽ എണ്ണ പുരട്ടും പോലെ ജീവിതായോധനത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ എന്ത് കരുതിയേക്കണം? ഒരൊട്ടലില്ലായ്മ അല്ലേ? നമ്മൾ സൂക്ഷിക്കുക. അതുകൊണ്ടാണ് പണ്ടുള്ളവര് മാമ്പൂ കണ്ടും അതൊക്കെ പറഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ടല്ലേ. ഒന്ന് സൂക്ഷിച്ചോടെന്നാണ്. ഇതൊക്കെ എന്തായി തീരും? ഒടുവില്ലേ കൂടുതൽ കുഴപ്പം ആയിട്ട് തീരും. ഇങ്ങനെ ആരും കൂടെ സ്തുതിച്ചു? ദേവകിയെ സ്തുതിച്ചപ്പോഴാണ് ഭഗവാന് രൂപമാണ് പ്രശ്നം എന്ന് മനസ്സിലായത്. അങ്ങനെ എന്ത് ചെയ്തു? അവർക്ക് വേണ്ട നിർദ്ദേശമൊക്കെ കൊടുത്തു. നിങ്ങൾ കുറേ കാലമായി പരിപാടി തുടങ്ങിയിട്ട് വൃഷ്ണി എന്നും സുതപസ് എന്ന പേരിൽ ഇവരാദ്യം ജനിച്ചതാണ്. വൃഷ്ണി എന്നും സുതപസ് എന്ന പേരിലും. അപ്പം ഭഗവാൻ ഇവർക്ക് വൃഷ്ണിഗർഭൻ എന്ന പേരിൽ മകനായി. ആ ജന്മത്തിൽ ഇവർ പ്രാർത്ഥിച്ചു. ദേവകിയും വസുദേവരും കൂടി ഭഗവാൻ തന്നെ മകനാവണം. ഒന്ന്. അടുത്ത ജന്മത്തിൽ അവർ കശ്യപ മഹർഷിയും ദിതിയുമായിട്ട് വന്നു. ഭഗവാൻ മകനായിട്ട് വരണമെന്ന് പറഞ്ഞു. വാമനനായിട്ട് അവതരിച്ചു, സമാധാനിപ്പിച്ചു. അപ്പം ഇത് 3ാമത്തെ ജന്മമാണ്. ദേവകിയും വസുദേവരുമായി ഇപ്പോഴും അവരുടെ പ്രാർത്ഥന എന്ത് തന്നെയാണ്? ഭഗവാൻ തന്നെ ഇത് വിട്ടാൽ ഇത് തുടരും. ഇനി അടുത്ത ജന്മത്തിൽ എന്ത് തന്നെ പറയും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞെന്താ? ഈ പരിപാടി ഈ ജന്മത്തോടെ നിർത്തിക്കോണം. അച്ഛൻ മകൻ കളി നിർത്തി. എപ്പോൾ നിർത്തി? ഈ ജന്മത്തോടെ നിർത്തി. ഈ ജന്മത്തിൽ എന്നെ ഭഗവാനായിട്ട് കണ്ടിട്ട് ആരാധിച്ചാലും കുഴപ്പമില്ല, മകനായിട്ട് കണ്ട് സ്നേഹിച്ചാലും മുക്തി ഉറപ്പാണ്. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേധേ മദ്ഗതിംബരാം. 3ാമത്തെ അധ്യായത്തിൽ എവിടെയോ ഒരു ശ്ലോകമുണ്ട്. എത്രാമത്തെ ശ്ലോകമാണ്? 45ാമത്തെ ശ്ലോകം. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത്. അസകൃത് എല്ലായ്പ്പോഴും ചിന്തയന്തോ കൃതസ്നേഹോ എന്നാണ് പറയാം. ഒന്നുകിലും ഭഗവാനായിട്ട് കരുതി ചിന്തിക്കുക, ധ്യാനിക്കുക. അല്ലെങ്കിലോ പുത്രഭാവേന പുത്രനായിട്ട് കരുതി കൃതസ്നേഹോ സ്നേഹിക്കുക. രണ്ടായാലും മദ്ഗതിം പരമമായിട്ടുള്ള സദ്ഗതി നിങ്ങൾക്ക് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്തു? ഇത്തിത്വ ആസീത് ഹരി തൂഷ്ണീം. ഭഗവാൻ ആത്മമായ തൻ്റെ യോഗമായ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അച്ഛനമ്മമാർക്ക് മുന്നിൽ
ഒരു ചെറിയ മനുഷ്യപ്രകൃതിയിൽ മനുഷ്യക്കുട്ടിയായിട്ട് കടന്നു കൊടുത്തു. എന്നാലല്ലേ ഇവർക്ക് ഓമനിക്കാനും ലാളിക്കാനും ഒക്കെ പറ്റുള്ളൂ അല്ലേ. ഇതിപ്പോഴും പരബ്രഹ്മമായിട്ട് അങ്ങനെ തൊടാൻ പറ്റാത്ത വസ്തുവായിട്ട് ഇരുന്നാലോ അവർക്കിതൊന്നും പറ്റില്ല. അവർക്ക് മുക്തി കിട്ടാൻ എന്തേ ഉള്ളൂ മാർഗം? ഒന്നുകിൽ മകനായിട്ട് കരുതി സ്നേഹിക്കുക, അല്ലെങ്കിലോ ഭഗവാനായിട്ട് കരുതി ആരാധിക്കുക എന്ന് പറഞ്ഞു വെച്ചു. പിന്നീടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ഭാഗം എവിടെ വരെ പറയണം? നന്ദഗോപരുടെ ഭാര്യയായ യശോദരെ അടുത്തുകൊണ്ട് കടത്തുന്നത് വരെ പറഞ്ഞു വെച്ചത്. പിന്നീട് ഒരാഴ്ചയായപ്പോഴത്തേക്ക് പൂതന വന്നതും പൂതന പോയതും നമ്മുടെ പ്രൊഫസർ ദീപം പറഞ്ഞതാണ്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല. അന്നേരം വന്നവർ കേട്ട് കാണും അല്ലേ? അത് സാറ് പറഞ്ഞപ്പോൾ കേട്ട് കാണും. പിന്നീട് ഒരു 4-5 മാസമൊക്കെ ആയ സമയത്താണ് കാളവണ്ടിയുടെ രൂപത്തിൽ വന്ന ശകടാസുരനെ ഭഗവാൻ നിഗ്രഹിക്കും. ഒരു 8 മാസമായപ്പോൾ കാറ്റിൻ്റെ രൂപത്തിൽ വന്ന തൃണാവർത്തനെ നിഗ്രഹിക്കും. ഒരു ക്രമത്തിന് പറഞ്ഞു പോവാണ്. വിട്ടുപോയത് പൂരിപ്പിക്കലാണ് എൻ്റെ പണി. അതുകൊണ്ടാണ്. പിന്നെന്തായി? പിന്നീട് ഗർഗമഹർഷി നാമകരണമാണ്, പേരിടുന്നതിനായിട്ട് വരും. ആഘോഷമായിട്ട് പേരിട്ട് കഴിഞ്ഞാൽ കംസൻ അറിഞ്ഞാലോ രഹസ്യമായിട്ട് ഇടാന്നായി. അങ്ങനെ രഹസ്യമായിട്ടിട്ട പേരാണ് ലോകത്ത് ഏറ്റവും പ്രശസ്തമായത് അല്ലേ. ഇവ ലോകത്ത് ഏറ്റവും പ്രശസ്തമായ പേരെന്ന് വെച്ചാൽ ഏതായിരിക്കും? കൃഷ്ണനെന്നേ പറയുള്ളൂ അല്ലേ. എത്ര രഹസ്യമായിട്ടാണ് ഇട്ടതേ. കലിസന്ധരണ ഉപനിഷത്തിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഇത് കലിസന്ധരണ മന്ത്രം എന്നാണ് പറയുക. അത് രാമൻ്റെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കലിസന്ധരണ മന്ത്രം തന്നെയാണ് രാമമന്ത്രം. ഉത്തരേന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ മൃതശരീരമായിട്ട് പോകുമ്പോൾ ഇത് പറഞ്ഞിട്ടാണ് രാമനാമ സത്യഹേ എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് അവർ പോണത് തന്നെ. ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ അവരിത് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. രാമനാമ സത്യഹേ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് തന്നെ. രാമനാമമാണ് എല്ലാത്തിനും. അക്കൂട്ടത്തിൽ എന്തും പറയുകയാണ്. നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ പേരും കൂടി പറയുക. അങ്ങനെ നാമകരണത്തിന് ഗർഗമഹർഷി വന്നു. പിന്നെ മണ്ണ് തിന്നുന്ന കഥ പറയും. തുടർന്നാണ് നളഗോപരനും മണിഗ്രീവനും മുക്തി കൊടുക്കുന്നത്. അർജുന വൃക്ഷങ്ങളായിട്ട് മരങ്ങളായിട്ട് വന്നു നിന്നവരാണ് അവർ. കൈലാസത്തിൽ, അതും കൈലാസത്തിലല്ലേ, ഒരു തടാകത്തിൽ നഗ്നരായിട്ട് കുളിച്ചുകൊണ്ടിരുന്ന ഈ നളഗോപരനെയും മണിഗ്രീവനെയും നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്നാൽ പറ്റില്ല, ദേവജന്മം കിട്ടിയവരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഗോകുലത്തിൽ പോയിട്ട് മരങ്ങളായിട്ട് തപസ് ചെയ്യുക. കാലങ്ങളോളം തപസ് ചെയ്യണം. എങ്ങനെ തപസ് ചെയ്യണം? മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് തപസ് ചെയ്യണം. ഭഗവാൻ വരുന്നത് വരെ. ഭഗവാൻ എങ്ങനെ വരും? പുറകിൽ ഒരലുമായിട്ട് വരും. അന്ന് മുതൽ അവർ കാത്തു നിൽക്കാൻ തുടങ്ങിയതാണ്. അർദ്ധരാത്രിയിൽ മഞ്ഞപ്പട്ടിലൊക്കെ പതിഞ്ഞ് കൊട്ടയ്ക്കകത്താക്കി കുഞ്ഞിനെയും കൊണ്ട് വസുദേവർ പോകുന്നത് ഇവർ കണ്ടതാണ്. അപ്പോൾ അവർക്ക് സമാധാനമായി. ഇനി അധികം കാലം ഒന്നും നിൽക്കേണ്ടി വരില്ലല്ലോ അല്ലേ. പിന്നീടോ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാം. അതൊക്കെ നീന്തി നീന്തി നടക്കുന്ന കുട്ടി, മുട്ടിൽ നടക്കുന്ന കുട്ടി, പിന്നെയോ പിച്ച നടന്നു വരുന്നുണ്ട്. പിന്നെ പതുക്കെ മുറ്റത്തിറങ്ങി കളിയൊക്കെ തുടങ്ങി. ഓരോ തവണയും കൃഷ്ണൻ പുറത്ത് വരുമ്പോഴും അവർ പുറകോട്ട് നോക്കും. കൂടെ എന്തുകൂടെ വേണമെന്ന് അതാണ്. വെറുതെ വന്നാൽ പോരാ, പുറകിൽ എന്തും വേണം, ഒരലും വേണമെന്ന് മഹർഷി പറഞ്ഞിട്ടുണ്ട് അത്രേ. ഇത്തവണ എന്തും കൊണ്ടുവന്നു? ഒരലും കൊണ്ടുവന്നു. ഇതൊരു അല്ലേ, ഓരോ തവണയും നോക്കി നോക്കി നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുമ്പോഴേക്ക് ഒരു ഉദാഹരണം അതൊക്കെയല്ലേ ഉള്ളൂ അല്ലേ. നമുക്ക് ഇത്തവണ എന്ത് വന്നു? ഭഗവാൻ തന്നെ ഒരലുമായിട്ട് വന്നു. അങ്ങനെ ചെറിയൊരു കുട്ടി, 3.5 വയസ്സ് കഷ്ടിച്ചുള്ള കുട്ടിക്ക് ഇതൊന്നും എടുക്കാൻ പറ്റുന്നതല്ലേ ഒരലേ. അപ്പം നമുക്ക് നമ്മുടെ ഇന്നലെ പറഞ്ഞാണ്, നമ്മുടെ വിളിയും നമ്മുടെ ഉള്ളിലുള്ള ഒരു തള്ളലും ഒക്കെ ക്രമമായിട്ടാണെങ്കിൽ ഏത് രൂപത്തിലും ഭഗവാൻ വരും. നമുക്ക് വേണ്ടിയിട്ട് എന്ത് കഷ്ടപ്പാടും ആര് ചെയ്യും അല്ല. എടുക്കാൻ പറ്റാത്ത ഒരലും ആർക്ക് വേണ്ടി വലിച്ചുകൊണ്ട് വന്നു? അപ്പോൾ ഭഗവാൻ എന്തായിരിക്കും ഓർത്തല്ലേ, ആ പാവങ്ങളെ എത്ര കാലമായി വെറുതെ നിൽക്കുന്നു അല്ലേ. എന്നിട്ട് ഒരലിനെ നോക്കും ഭഗവാൻ ഇടയ്ക്ക് അല്ലേ, ഇത്രയും വലുത് ഞാനെങ്ങനെ വലിക്കും. എന്നാലും അവരുടെ അടുത്ത് ചെല്ലണം എന്നുള്ള വാശിയുണ്ട്. ആരുടെ അടുത്ത്? മരങ്ങളുടെ അടുത്ത് അല്ലേ. അതുകൊണ്ട് അതും വലിച്ചിട്ട് വരികയും അവർക്ക് മുക്തി കൊടുക്കുകയും ചെയ്തു. അപ്പം ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പലർക്കും ഈ പകുതി നമ്മൾ ചെയ്യും, പകുതി ഭഗവാൻ ചെയ്തോളൂ എന്നാണ് അല്ലേ. എന്നിട്ട് എന്നിട്ട് പറയും താൻ പാതി കണ്ട, താൻ പാതി ദൈവം പാതി. തിരുനക്കര അമ്പലത്തിൽ ഈ പുറത്ത് റോഡിൻ്റെ അവിടെയൊക്കെ റോഡിൽ നിന്നാലും അകത്തുള്ള വിഗ്രഹം കാണാം. വെളുപ്പിനെയൊക്കെ ആണെങ്കിൽ അവിടുത്തെ വിളക്കുമൊക്കെ കാണാം, നേരെ കാണാം. അപ്പോൾ ഇതറിയാവുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് തൊഴും. എവിടെ വന്നിട്ട്?
പുറത്തിറങ്ങി തൊഴും. അങ്ങനെ തൊഴുമ്പോൾ അവർ ചെരുപ്പ് ഊരിയിട്ടിട്ട് തൊഴും, ചെരുപ്പിൽ കയറി നിൽക്കും. എന്നിട്ടേ അങ്ങനെയുണ്ടല്ലോ അല്ലേ? ചെരുപ്പ് ഊരിയിടും, എന്നിട്ട് അതേ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാനോടത്തെ പറയുന്നത്, ഭഗവാനെ എന്നെ കാത്തോണേ, എൻ്റെ എല്ലാം കാത്തോണേ, തൽക്കാലത്തേക്ക് ചെരുപ്പാര് നോക്കിക്കോളാം, കണ്ണടച്ചാൽ ഇത് പോയി. അതുകൊണ്ടാണ് താൻ പാതി അതാ. എന്നാൽ എന്നേക്കാളും മുന്നേ സപ്താഹം കേട്ട ആൾക്കാരുണ്ട് അല്ലേ? അപ്പോൾ എത്രയോ കാലമായിട്ട് ആചാര്യന്മാർ പറയണം, പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ് വേണ്ടത് ഭഗവാന് എന്നൊക്കെ കേട്ടിട്ടില്ല നിങ്ങൾ? അതിന് പറ്റിയോ ഇതുവരെ? മറ്റേത് പഠിച്ചു വെച്ചിരിക്കുകയാണ്, താൻ പാതി അതെ. പിന്നെ എങ്ങനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കും? കുചേലൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എന്താ ഇപ്പം നമുക്ക് സമർപ്പിക്കാൻ പറ്റുക ഭഗവാന് അല്ലേ? കാരണം ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ആരുടെ തന്നെയാണ്? ഭഗവാന്റെ തന്നെയാണ്. അപ്പം ഭഗവാന്റെ തന്നെ ആയിരിക്കെ നമ്മളിനി സമർപ്പിച്ചിട്ട് വേണം ഭഗവാൻ ഇതൊക്കെ എടുക്കാൻ? അത് വേണ്ടല്ലോ അല്ലേ? എന്നാലും നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പൂവോ മാലയൊക്കെ കൊണ്ടുവച്ചിട്ട് ഇതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കണേ എന്നൊരു പ്രാർത്ഥനയും. ഏതുകൊണ്ട്? അതാ. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ ഭഗവാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിന്? നമ്മുടെ മാല കിട്ടിയില്ല അത്രേ. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് കൊടുത്തു? ഒരു മാല കൊണ്ട് കൊടുത്തിട്ട് ഇതുകൊണ്ട് ആര് സന്തോഷിക്കണം? എന്നാൽ നാരായണി നമ്മൾ ചൊല്ലിയിട്ടുമുണ്ട്. ഭഗവാൻ എന്ന് വെച്ചാൽ ആരാണ്? സാന്ദ്രമായ നിറഞ്ഞ ആനന്ദമാണ് ഭഗവാൻ. ഒരു ഗ്ലാസ്സിൽ നിറച്ച് തുളുമ്പ വെള്ളം ഒഴിച്ചിട്ട് പിന്നൊഴിക്കാൻ പറ്റുമോ അതിൽ? അങ്ങനെ പൂർണ്ണമായ ആനന്ദത്തിൽ ഇനി ആനന്ദം വർദ്ധിപ്പിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. ശരിക്കും ഒരു നല്ല മാലയൊക്കെ കൊണ്ടുവച്ചാൽ സന്തോഷിക്കുന്നത് ഭഗവാനാണോ നമ്മളാണോ? കേട്ടോ, അകത്ത് ആരോ മാല വെക്കുന്നുണ്ടല്ലോ അല്ലേ? അവരത് ഡിസൈനൊക്കെ നോക്കിയിട്ടാണ് വെക്കുന്നത് അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? രണ്ട് വശത്തും ഒരേ സ്ഥലത്ത് നീല വരണം, ഒരേ സ്ഥലത്ത് പച്ച വരിക, ചുമല വരിക, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആരും നോക്കുന്നില്ലേ? ഉണ്ടല്ലേ? അതങ്ങനെ അവർ കൊടുത്ത സ്ഥിതിക്കും ആ ചാർത്തിയപ്പോൾ തിരുമേനി അങ്ങോർക്ക് സൗകര്യമുള്ളവരുടെ ചാർത്തിരുന്നെങ്കിൽ കൊടുത്തിയാൾക്ക് തൃപ്തിയാവുമോ? അങ്ങനെ കൂടി ഉണ്ടല്ലോ അല്ലേ? കെട്ടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആര് ചാർത്തേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ എന്താ പറയും, നാളെ കെട്ടുമ്പോൾ ഒരു സന്തോഷമില്ല. അപ്പോൾ സന്തോഷം ഉണ്ടായതും, അതായത് കൊടുത്തത് കൊണ്ട് സന്തോഷം ഉണ്ടായതും, അത് വൃത്തിയായിട്ട് ചാർത്താത്തത് കൊണ്ട് ദുഃഖം ഉണ്ടായതും ആർക്ക് തന്നെയാണ്? പോയി. അപ്പോഴും അങ്ങേരെ എങ്ങനെ തന്നെ ഇരിക്കുകയാണ്? സാന്ദ്രാനന്ദമായിട്ടിരിക്കുകയാണ് അല്ലേ? ഇതൊക്കെ ആർക്കേ ഉള്ളൂ? അല്ല, പിടിയിട്ടുന്നുണ്ടോ ഇത്? എന്ത് പിടിയിട്ടല്ലേ? വലിയ തിരക്കുള്ള ബസ്സിൽ കാലക്കുടയായിട്ട് കയറിയിട്ട് കൊട കിട്ടിയില്ല, എന്ത് കിട്ടി? പിടി കിട്ടി. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പൊ അങ്ങനെ നളഗോപുരനും മണിഗ്രീവനും ഭഗവാൻ മുക്തി കൊടുക്കുന്നു. അതും കണ്ടു. എന്നിട്ടാണ് ഈ ഗോകുലം താമസിക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലായി. ഭഗവാന് 4-4.5 വയസ്സായപ്പോൾ ഇന്ന് രാവിലെ കണ്ടിട്ടുണ്ട്. താമസിച്ചു. ശരി. അങ്ങനെ നളഗോപുരനും മണിഗ്രീവനും മുക്തി കൊടുത്തിട്ട് ഗോപന്മാരൊരു മീറ്റിംഗ് കൂടി ഗോകുലം താമസിക്കാൻ കൊള്ളില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റി. അപ്പോൾ 4.5 വയസ്സ് വരെയുള്ള ഗോകുലലീല കഴിഞ്ഞു. ഇനി എന്ത് തുടങ്ങി? വൃന്ദാവന ലീല തുടങ്ങി. പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് പോയ കുട്ടികൾ. അപ്പോഴാണ് എങ്ങനെയെങ്കിലും കൃഷ്ണൻ്റെ അടുത്തെത്തിയാലല്ലേ കുട്ടികളെ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വത്സാസുരൻ പശുക്കുട്ടിയുടെ രൂപത്തിൽ തന്നെ വന്നു. വത്സാസുരൻ അതിനെ ആര് കൊന്നുകളയും? ഭഗവാൻ കൊന്നുകളയും. പിന്നീട് കൊക്കിൻ്റെ രൂപത്തിൽ ഭഗൻ വരും. ഭഗവാനോ 2 കൊക്കും വലിച്ചു കീറി കൊന്നുകളഞ്ഞു. ആരെ കൊന്നുകളഞ്ഞു? അത് അർബകാസുരനെ കൊന്നുകളഞ്ഞു അല്ലേ? പിന്നീട് ഈ അടുത്തിടെ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് കയറിയാണ്. അപ്പോൾ നമ്മുടെ വായയുടെ വലിപ്പമുള്ളൊരു കുടൽ ആദ്യം വായിൽ പിടിപ്പിക്കും. ഇത്തിരിയുടെ വലുതായിരുന്നെങ്കിൽ 2ആയിട്ട് കീറിയേനെ. ഏത്? ഞാൻ അന്നേരം ആരും ഓർത്തു, ഡോക്ടർ ഒരു കൃഷ്ണനും ഞാനൊരു ഭഗനുമായിട്ട് കിടക്കാണ്, ഇത്തിരിയുടെ വലിച്ചാൽ എന്ത് കീറിപ്പോയതിനെയും കണ്ടോ. പിന്നെ നിങ്ങളുടെ കഷ്ടകാലത്തിന് അങ്ങേര് കീറിയില്ല, ഞാൻ ഇതുകൊണ്ട് പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. ഭഗസ്തുണ്ട് കൃഷ്ണനെ കൊത്തി വളർക്കാൻ വന്നതാണ്. അതിനെ എന്ത് ചെയ്തു? 2 കഷണമായിട്ട് ഭഗവാൻ ഭഗനെ കൊന്നു. അപ്പോഴാണ് ഈ ഭഗനും പൂതനയ്ക്കും ഒരു അനുജനുണ്ട്, അഘാസുരൻ. ഇയാൾ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ വന്നതാണ്. ആ കഥ നമ്മൾ പല ഘട്ടത്തിലും പറഞ്ഞതാണ് അല്ലേ? പല ഉദാഹരണത്തിലും പറഞ്ഞതാണ്. അതാണ് കുറച്ചുകൂടെ വിശദമാക്കിയിട്ട് ഇപ്പോൾ സോമൻ ചേട്ടൻ എന്ത് പറഞ്ഞത്? ബ്രഹ്മമോഹനമെന്നും പിന്നീട് ബ്രഹ്മാവിൻ്റെ സ്തുതിയായിട്ടും നമ്മൾ കണ്ടത്.
ബ്രഹ്മമോഹനം. ബ്രഹ്മാവിനെ ബ്രഹ്മാവ് തൻ്റെ തുച്ഛമായ മായയും കൊണ്ട് ആരുടെ അടുത്ത് കളിക്കാൻ ചെന്നതാണ്? ഭഗവാന്റെ അടുത്ത് കളിക്കാൻ ചെന്നതാണ്. അതിപ്പോൾ ഭഗവാൻ എന്താക്കി തീർത്തു? വിശ്വമായയുടെ മുന്നിൽ പരാജയപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പത്രമൊക്കെ വായിച്ചേക്കണം അല്ലേ? പാകിസ്ഥാൻ്റെ ഈ തുച്ഛമായ മായ ആരുടെ മായയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അവർ വിചാരിച്ചത് എളുപ്പം തീരുമെന്ന്. ഏത് എളുപ്പം തീരുമെന്ന് അല്ലേ? അങ്ങോട്ടൊരു സാമ്പ്രാണി വലിച്ചെറിയുക, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിടന്ന് നിലവിളിക്കുകയാണ്. എന്നിട്ട് അതാ കൂട്ടത്തിൽ കൂടാൻ നമ്മുടെ കുറച്ച് പത്രക്കാരും അല്ലേ? കണ്ടില്ലേ കുഞ്ഞുങ്ങൾ കരയുന്ന കണ്ടില്ലേ? അതിന് ഈ ഭീരുക്കളാണ് പെണ്ണുങ്ങളെയും അതുപോലെ കുട്ടികളെ മുമ്പിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യുന്നതേ അല്ലേ? ഭീരുക്കളാണ് ചെയ്യുക. അവരങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നതേ. കുട്ടികളെ മുമ്പിൽ നിർത്തിയിട്ട് പുറകിൽ ഇരുന്നിട്ട് വെടിവെക്കുക. തിരിച്ച് നമ്മൾ വല്ലതും ചെയ്താൽ ആർക്കിട്ടായിരിക്കും കൊള്ളുക? എന്നിട്ട് ഇത് വെച്ച് ബഹളാണ് കുഞ്ഞുങ്ങളെ കൊന്നെന്നും പറഞ്ഞിട്ടേ. ഇനി ഇതൊന്നും വകവെക്കാത്ത ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞ് പോയാൽ പോട്ടെ, പെണ്ണ് പോയാൽ പോട്ടെ, എന്തായാലും നമ്മൾ എന്നിട്ട് ഇറങ്ങുള്ളൂ, തുടങ്ങി വെച്ചത് തീർത്തിട്ടേ ഇറങ്ങുള്ളൂ എന്നാണ്. എന്നാലും നമ്മളും ഇത്തരം സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സത്രവേദികളിലൊക്കെ നമ്മുടെ എന്താ പറയുക, പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഒരു 10 വീട്ടിൽ നിന്ന് ഒരാൾ വെച്ച് കാണുമല്ലോ നമുക്ക് പരിചയമുള്ളവരല്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു പ്രാർത്ഥന ആർക്ക് വേണ്ടിയിട്ടുണ്ടാവണം? അതെ, കാര്യം നമ്മൾ ഈ ആഘോഷമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും കുറച്ച് നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടും കൂടെ വേണം. പ്രത്യേകിച്ച് ഈ കേരളത്തിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് രാഷ്ട്രബോധം എന്നൊക്കെ പറയുന്ന എന്തോ ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാണ് നമ്മുടെ വിചാരം. അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് അത്ര അങ്ങോട്ട് പുഷ്ടിപ്പെടാത്തത്. രാഷ്ട്രബോധത്തെക്കുറിച്ച് ഒട്ടും പരിചയമില്ലാത്ത ഒരു സമൂഹം വളർന്നു വരികയാണ്. നാടിന് എന്തായാലും എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് പണ്ട് നമ്മൾ പറയും ഈ പഴയ വലിയ തറവാടുകൾ അത് നശിച്ചു പോയാലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മുറിച്ച് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എനിക്കൊന്നൊരു 2000-ന് ശേഷം അത് ഇത്തിരി കുറഞ്ഞു. 2005 കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഒരുമാതിരിയൊക്കെ വിറ്റ് തീർന്നുണ്ടാവും അല്ലേ? ഏതായാലും പിന്നെ ഇത്തിരി കുറഞ്ഞു. പിന്നെ നോട്ട് നിരോധനം കൂടെ വന്നപ്പോൾ എടുക്കാൻ പൈസ ഇല്ലാതായപ്പോൾ വിൽക്കലും കുറഞ്ഞതാണ്. അങ്ങനെ കൂടെ ഉണ്ടായത് അല്ലേ? ഒരു സമയത്ത് കരുനാഗപ്പള്ളി പ്രദേശത്ത് 1 സെൻറ്റിന് 28 ലക്ഷം രൂപയായിരുന്നു വിലയെ. കാരണം എത്ര പൈസ പറഞ്ഞാലും മേടിക്കാൻ ആളുണ്ട്. ഇപ്പോൾ ഏതായാലും അവിടെ 6-7 രൂപയായി താന്നു വിലയെ. ഇതാണ് അവസ്ഥ. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ശ്രദ്ധയും പ്രാർത്ഥനയും ആരുടെ പേരിലുണ്ടാവണം? നമ്മുടെ ഇന്നലെയൊക്കെ രാത്രിയിൽ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങിയായിരുന്നല്ലോ അല്ലേ? പക്ഷെ അവരും അവരുടെ കുടുംബത്തിലുള്ളവരും ഉറങ്ങിയോ? അതില്ലല്ലോ അല്ലേ? അതുകൂടെ ഓർക്കണം നമ്മളെ. അതിന് നമ്മളിതെല്ലാം പറയുമ്പോഴും ഉറങ്ങാതെ നമുക്ക് വേണ്ടിയിട്ട് ആരും കാത്തിരിക്കുന്നുണ്ട്. അതെ, ശരി. എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചു ഇപ്പം അവർക്ക് വേണ്ടിയിട്ടേ. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ധർമ്മത്തിൽ കുറവാണ്. സെമിറ്റിക് മതങ്ങളിലാണ് അങ്ങനെ കൂടുതലുള്ളത്. അതിൻ്റെ ഒരു സ്വാധീനത്തിൽ പെട്ടിട്ടാണ് നമ്മളും ഒരുപാട് പൂജയും വഴിപാടും ഒക്കെ തുടങ്ങിയത് തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇല്ലാത്തതായിരുന്നു. ക്ഷേത്രങ്ങൾ ഉപാസനയ്ക്കുള്ള കേന്ദ്രമായിരുന്നു, അല്ലാണ്ട് ഈ പൂജയ്ക്കും വഴിപാടിനുമുള്ള സ്ഥലം അല്ല. കാരണം അതിലൂടെ വഴിപാടിലൂടെയൊക്കെ നമ്മൾ സ്വാർത്ഥതയാണ് കൂടുതൽ വലുതാക്കുക. ഇപ്പം ഇവിടെ എന്താ പറയുക, താമരപ്പൂവൊക്കെ കൊണ്ടുവെക്കുന്നുണ്ടല്ലോ അല്ലേ? പൂവൊക്കെ കൊണ്ടുവെക്കുമ്പോൾ നിറയെ ആൾക്കാർ കൊണ്ടുവെക്കുന്ന കൊല്ലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വന്നുകൊണ്ടേയിരിക്കും പൂവേ, ആൾക്കാരെല്ലാം കൊണ്ടുവരും. അപ്പോൾ ആദ്യം കൊണ്ടുവരുന്ന ആൾ ഭവ്യമായിട്ട് വെക്കും, അടുത്ത വരുന്നയാൾ എന്ത് ചെയ്യും? ഇതിനിട്ടൊരു തള്ളു കൊടുക്കും. എന്നിട്ട് ആരുടെ കൊണ്ടുവെക്കും? പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഇനി വരുന്നയാൾ എന്ത് ചെയ്യും? ബാക്കി 2 കൂടെ എടുത്ത് മാറ്റി. അപ്പം നമുക്ക് ഏത് മാത്രം വൃത്തിയായിട്ടിരുന്നാൽ മതി? കണ്ടോ? അപ്പം ഈ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വളർന്നു വരുന്നത് സ്വാർത്ഥത തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ ആ കാര്യം സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്ന ക്ഷേത്ര സംവിധാനം ഉണ്ടല്ലോ, ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ കുറച്ചേ ഉപകാരപ്പെടുന്നുള്ളൂ. ഇതിനോട് അടുക്കും തോറും ഇത് രണ്ടും കുറയും. ഗൾഫിലൊക്കെ ജോലി ചെയ്ത് അമേരിക്കയിൽ ജോലി ചെയ്ത ആൾ റിട്ടയറായിട്ട് നാട്ടിൽ വന്നു, നല്ല ഭക്തനായിരുന്നേ. അങ്ങനെ അയാൾ അവിടെ അമ്പലത്തിലൊക്കെ നിന്ന് തൊഴാൻ പോകും. അപ്പോഴാണ് അടുത്ത സമയത്ത് അമ്പലത്തിലെ കമ്മിറ്റി തിരഞ്ഞെടുത്തപ്പോൾ ഈ പാവത്തിനെ പിടിച്ച് പ്രസിഡൻ്റ് ആക്കിയത്. ഏത് പാവത്തിന്? വന്ന് റിട്ടയറായിട്ട് വന്ന് അല്ലേ?
പിന്നെ ആയപ്പോൾ പണ്ട് വീട്ടിൽ നിന്ന് ചെരുപ്പിടാണ്ട് വന്നുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഉത്തരത്തെ കൊണ്ടുവെക്കും ചെരുപ്പ്. എവിടെ? എത്ര സ്ഥലത്ത് നമ്മൾ പിന്നെ അകത്ത് വേണമെങ്കിൽ ഷർട്ട് ഇട്ടിട്ട് കയറും. മുൻപുണ്ടായി അടുക്കും തോറും എന്ത് കുറഞ്ഞു കുറഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ കൊണ്ടു നടക്കുന്ന സിസ്റ്റം ഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിക്കാൻ ഉപകാരപ്പെടുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം നമ്മൾ വഴിപാട് പോലെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ്? നന്നായിട്ട് ചെയ്തെന്നാണ്, മോശമായിട്ട് ചെയ്തെന്നാണ്. കണ്ടോ? സത്യത്തിൽ അത് അങ്ങനെ വരേണ്ടതാണോ? അല്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് കൊടുക്കുന്നതല്ലേ വഴിപാടെന്ന് പറയുന്നത്? അതങ്ങനെ ആവേണ്ടതാണോ? അല്ല. നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം അല്ലേ, ശബരിമലയിലേക്ക് നെയ്ത്തേങ്ങയ്ക്ക് തേങ്ങ വാങ്ങിക്കുമ്പോൾ എങ്ങനെ വാങ്ങിക്കും? നമ്മൾ ചെറുത് മതിയല്ലോ. എന്തിനുള്ളതാണ്? നമ്മൾ ചമ്മന്തി അരിക്കാൻ വാങ്ങിക്കുമ്പോഴോ അതിന് ചുറ്റും നടന്ന് കൊട്ടുകയും കൂടെ ചെയ്യും. ഏതിൻ്റെ? തേങ്ങയുടെ. എന്നിട്ട് ആരും എന്തിനു വാങ്ങിക്കുള്ളൂ? ഇത് നമ്മൾ കുറേ കാലമായിട്ട്, അതുകൊണ്ടാണ് ഈ ശബരിമലയിലെ അപ്പം ദൂഷിച്ചു പോവുക. ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ ആക്കിയതാണ്. ക്രിസ്ത്യൻസിൻ്റെയൊക്കെ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തിയും അല്ലേ, എല്ലായിടത്തും എല്ലാ ഘട്ടത്തിലും അതെ. അതേപോലെ മുസ്ലിങ്ങൾ അവർ ഈ വാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അല്ലേ. ശരിക്കും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, നല്ലതുപോലെ പഠിച്ച ആൾക്കാരല്ലേ അത് വിളിക്കുന്നത് അല്ലേ. ഈ സപ്താഹത്തിൻ്റെ ഉച്ചയ്ക്കുമൊക്കെ നിന്ന് പാട്ട് പാടുന്ന അമ്മമാർക്ക് അങ്ങനെ നിർബന്ധം വല്ലതും ഉണ്ടോ? നന്നായിട്ട് പഠിച്ചിട്ടേ പാടാവൂന്ന്. പിന്നെ ഒരു പരിപാടിയാണ് അത്. ആചാര്യനൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. അതെ, പാട്ടും അറിയണമെന്നില്ല, സംസ്കൃതം അറിയണമെന്നില്ല അല്ലേ. എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ വെളിയിലേക്ക് കേൾക്കുന്നതാണ് എന്നൊരു തോന്നലെങ്കിലും വേണ്ടേ? ഒരു ഘട്ടത്തിലും നമുക്കതില്ല. ക്ഷേത്രത്തിൽ മുഴുവനും ചന്ദനവും കരിയും കുമാരൊരു മഞ്ഞളും ഒക്കെ തേക്കുന്ന കണ്ടാൽ തോന്നും നാട്ടിലെങ്ങാണ്ടുള്ള മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ കൊണ്ട് തേച്ചതാണെന്ന്. ഇതൊക്കെ അമ്പലം നശിപ്പിക്കാൻ. അങ്ങനെയുണ്ടോ? ഇതാര് തേച്ചതാണിത്? അതാണ് ഈ സത്യത്തിൽ എപ്പോഴും ഓർക്കും ഞാനിത്. നമ്മൾ വീട്ടിലാണെങ്കിൽ കയ്യിൽ മഞ്ഞളോ കുങ്കുമോ പറ്റിയ ഭിത്തി തേക്കും വീട്ടിലെ. കണ്ടോ? വീട്ടിൽ ചെയ്യാത്ത സകല തോന്നിവാസം ഇവിടെ ചെയ്യും. ഇതിന് പറയുമ്പോൾ എന്ത് പറയൂ? എൻ്റെ അമ്മ ഏത് ഇത്തിരി മുമ്പ് തേച്ചതേ ഉള്ളൂ ഇവിടോട്ട്. എന്നിട്ടാണ് ആരുടെ അമ്മയാന്ന് പറയുന്നത്. ആ പറയുന്നതിലൊരു തരിയെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അല്ലേ. ഞാനിത് എല്ലായിടത്തും പറയും, മനഃപൂർവ്വമായിട്ട് പറയുന്നതാണ്. കുട്ടികളെങ്കിലും തിരിച്ചറിഞ്ഞ് മാറിയാൽ മാറി, അത്രേ ഉള്ളൂ. ശീലിച്ചു പോയാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ അല്ലേ. അതങ്ങനെ തേച്ച് അതിനിടയ്ക്ക് നമ്മൾ ഈ കുറേ അധികം കാലമൊന്നും ആയില്ല ഈ നീരാഞ്ജനം പരിപാടിയൊക്കെ തുടങ്ങിയിട്ടല്ലേ. പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് വെറുതെ അവിടെ കരി പിടിപ്പിക്കാനായിട്ട്, അല്ലാണ്ട് അയ്യപ്പൻ്റെ നടയിലോട്ട് ഇപ്പോൾ പോകാൻ വയ്യ. ഏത് കാരണം? സ്ത്രീകളുടെ കാര്യം ഓർക്കും. ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നു ഇതിനിടെ കൂടി. തൊട്ടാൽ എന്തായിത്തീരും? ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ് എല്ലാവരും. നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ വൃത്തിയായിട്ടും ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്നെങ്കിൽ മാത്രം എങ്ങോട്ട് പോയാൽ മതി? ക്ഷേത്രത്തിലോട്ട് പോയാൽ മതി. അതേപോലെ എല്ലാവരും ഉരുണ്ട് പടച്ച് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങോട്ട്? ക്ഷേത്രത്തിലോട്ട്. അത് വൃത്തിയായിട്ടിരിക്കട്ടെ. 1000 വർഷം കൂടെയൊക്കെ അമ്പലം നിന്നാലോ അത്രയും തലമുറയ്ക്കൂടെ അവിടെ കയറാം, കാണാം അല്ലേ. ശരി. അപ്പം അങ്ങനെ നമ്മൾ വൃന്ദാവന ലീല ബ്രഹ്മമോഹനം കണ്ടു. പിന്നീട് ഋതുവർണ്ണനെ ആരംഭിക്കും. അവിടെയാണ് കാളീമർദ്ദനത്തെ കുറിച്ചിട്ട് പറയാം. ചൂടുകാലമാണ്. ചൂടുകാലത്താണ് കഴുതയുടെ രൂപത്തിൽ വന്ന ധേനുകാസുരനെ ബലരാമസ്വാമി കൊന്നുകളയുന്നത്. കഴുതയുടെ രൂപത്തിൽ ധേനുകൻ. അപ്പോൾ ധേനുവിനെ ആര് കൊന്നുകളയും? ബലരാമസ്വാമി കൊല്ലും. പിന്നീടാണ് കൃഷ്ണൻ ഈ കാളിന്തി നദിയിൽ വെള്ളം കുറഞ്ഞതറിഞ്ഞിട്ട് അതിൻ്റെ ആഴമുള്ള കയത്തിൽ ഉൾക്കാട്ടിൽ കാളിയൻ കിടക്കുന്നതറിഞ്ഞ് കാളിയനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കാളിയമർദ്ദനം എന്ന ലീലയും നടത്തി. പരിചയമുള്ളതാണ്. പശുക്കളുമൊക്കെ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് ഭഗവാൻ ഓടിച്ചെല്ലുകയും കൃഷ്ണം കദംബമതിരുഹ്യ തതോതിതുങ്കം, ഒരു കടമ്പവൃക്ഷത്തിലേക്ക് ഓടിക്കയറി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് കാളിയൻ കെട്ടി മുറുക്കി 16-ാമത്തെ അധ്യായമാണ്. കൃഷ്ണനെ വരിഞ്ഞ് മുറുക്കുകയും പിന്നീട് കൃഷ്ണൻ അതിൻ്റെ പിടിയിൽ നിന്ന് മോചിക്കപ്പെട്ട് കാളിയൻ്റെ ശിരസിൽ നൃത്തം ആരംഭിച്ചു. ആദ്യം വിഷം ഛർദ്ദിച്ച കാളിയൻ പിന്നീട് ചോര ഛർദ്ദിക്കും. ഇവിടെ ഒരു മരിക്കുമെന്നായപ്പോൾ നാഗപത്നിമാർ
അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ കാളിയനെ രമണകദ്വീപിലേക്ക് പറഞ്ഞു വിടും. രമണകദ്വീപിൽ അധികം മനുഷ്യരൊന്നുമില്ല. അവിടെ പോയിട്ട് കുറേ കസേരയുണ്ട്, അതിട്ടിട്ടിരുന്നോളൂ. ശരി. രമണകദ്വീപിലേക്ക് ആരെ പറഞ്ഞു വിടും? കാളിയനെ പറഞ്ഞു വിടുകയും ചെയ്യും. ആ അധ്യായം 17-ാമത്തെ അധ്യായം തീരുമ്പോഴത്തേക്കും കാണാം, അഗ്നിയെ കുടിച്ചു തീർക്കുന്നുണ്ട് ഭഗവാൻ. അതിനത് ഈ കാളിയമർദ്ദനം ഗോപന്മാരും ഗോപികളും എല്ലാവരും കണ്ട ഒരു ലീലയാണ്. അതുവരെയുള്ള കൃഷ്ണലീലകളെ കുറച്ച് പേര് കുറച്ച് സമയത്ത് കണ്ടു. പക്ഷേ കാളിമർദ്ദനം വ്രജവാസികൾ മുഴുവനും കണ്ടു. രാത്രിയായി, കാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റാതെയായി, എല്ലാവരും കാട്ടിൽ തന്നെ കിടന്നു. ചൂടുകാലത്ത് മുളകൾ കൂട്ടി വരഞ്ഞിട്ട് തീയുണ്ടായി. ഈ തീയിൽ നിന്ന് രക്ഷിക്കണം എന്ന് എല്ലാവരും ആരോട് പ്രാർത്ഥിച്ചു? കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. കാരണം കാളിമർദ്ദനം കണ്ടതോടെ എല്ലാവർക്കും മനസ്സിലായി ആശ്രയിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണെന്നത് ബോധ്യമായി. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ ആശ്രയിച്ചു. ഭഗവാൻ ഈ അഗ്നിയെ കുടിച്ച് തമഗ്നിം അഭിപത് തീവ്രം എന്നവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നീട് മഴ പെയ്യേ, വർഷകാലത്തിൻ്റെ വർണ്ണന പറയും. മഴ പെയ്തു കഴിയുമ്പോഴോ അതുവരെ ഉണങ്ങി വരണ്ട് മഞ്ഞ നിറത്തിലായിരുന്ന വ്രജഭൂമി മുഴുവനും പച്ചപ്പ് നിറഞ്ഞു തളിർത്തു. അപ്പോൾ പശുക്കൾക്കൊക്കെ സന്തോഷമായി. പിന്നെ അതിനൊരു സുന്ദരമായ വർണ്ണന ഒരധ്യായത്തിൽ കാണാം. പിന്നീട് തണുപ്പ് കാലം, ശരത്കാലം വരും. ശരത്കാലത്തിൽ ഈ മഞ്ഞു കൂടും, തണുപ്പും കൂടും. അതുകൊണ്ടെന്തായി, എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുന്ന കൃഷ്ണനും കൂട്ടരും ഇപ്പോൾ വല്ലപ്പോഴുമേ തിരിച്ചു വരും. ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ചു വരുന്നുള്ളൂ. അങ്ങനെ അവർ കാട്ടിൽ തന്നെ കളിച്ച് നടക്കും. ആ സമയത്താണ് പ്രലംബൻ എന്ന അസുരൻ വരുന്നത്. പ്രലംബാസുരൻ മനുഷ്യക്കുട്ടിയുടെ രൂപത്തിൽ വരും. അതിനെയും ബലരാമസ്വാമി കൊന്നുകളയും. ബലരാമൻ ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഡ്യൂട്ടികളൊക്കെ ഉണ്ട്. അതാണ് ബലരാമൻ ആരെ കൊല്ലും? പ്രലംബനെ കൊല്ലും. ഈ തണുപ്പ് കാലത്ത് ഇടയ്ക്കൊക്കെ കൃഷ്ണനും കൂട്ടരും വരുന്നുള്ളൂ. ഇത്തിരി ചെറിയ കുട്ടികളാണെന്നിരിക്കട്ടെ, 12 വയസ്സായിട്ടില്ലല്ലോ അല്ലേ. എന്നാൽ മുതിർന്ന ആൺകുട്ടികളും മുതിർന്നവരും ഒക്കെ ദിവസവും വരും. അങ്ങനെ വരുന്നവർ വ്രജത്തിൽ വന്നിട്ട് ഗോപന്മാരോടും ഗോപികളോടും കൃഷ്ണൻ ഇപ്പോൾ വിശ്രമവേളകളിൽ സുന്ദരമായിട്ട് ഓടക്കുഴൽ വായിക്കുന്നുണ്ട്. അത്രയും ഇവരിത് കേട്ടിട്ടുമില്ല. കേട്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ചിട്ട് മറ്റുള്ളവർ തുടർച്ചയായിട്ട് പറയുമ്പോൾ നമ്മളൊക്കെ ആകപ്പാടെ ഭ്രാന്താവും അല്ലേ. ഒന്ന് കാണേണ്ടതായിരുന്നു, അല്ലെങ്കിലോ നമ്മളെ കൊതിപ്പിക്കുകയും കൂടെ ചെയ്യും. നീ കേട്ടായിരുന്നു? ഇല്ല, കേട്ട്, ഞാനെങ്ങനെ പോകാനാണ്, എന്നാലും കേൾക്കേണ്ടതായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും എന്തായി, കൊതിയായി കേൾക്കാനായിട്ട്. അങ്ങനെ കാട്ടിൽ നിന്ന് വരുന്ന ആൺകുട്ടികളും പുരുഷന്മാരും മുഴുവൻ സ്ത്രീകളോട് എന്തിനെക്കുറിച്ച് പറയുകയാണ്? കൃഷ്ണൻ്റെ വേണുഗാനത്തെക്കുറിച്ചിട്ട്. അങ്ങനെ പലരും പറഞ്ഞ് പലരുടെയും ആശയങ്ങളൊക്കെ യോജിപ്പിച്ച് ഈ ഗോപികൾക്ക് ഏതാണ്ട് ബോധ്യമായി എന്താണ് ഈ പരിപാടി എന്നേ. വേണുഗാനം, അതിനൊരധ്യായം. വേണുഗാനം ഒരധ്യായം, 21-ാമത്തെ അധ്യായം അല്ലേ. വേണുഗാനം എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ അവിടെ കൃഷ്ണൻ കാട്ടിലേക്ക് പശുക്കളുമൊക്കെ ആയിട്ട് പോയി അതിനെയൊക്കെ മേയാൻ വിട്ടിട്ട് വലിയൊരു മരത്തിൻ്റെ ചോട്ടിൽ ചാരിയില്ല എന്നുള്ള ഭാവത്തിൽ നിന്നുകൊണ്ട് പിന്നെ എന്ത് ചെയ്യായി? ഇങ്ങനെയൊക്കെയാണല്ലോ പറയേണ്ടത് അല്ലേ. ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാലെടുത്തൊന്ന് വളച്ച് വെച്ച്, അരക്കെട്ട് ഒരൽപ്പം വളച്ച് വെച്ച്, ശിരസും ഒരൽപ്പം ചായച്ച് വെച്ചിട്ട് എന്ത് ചെയ്യായി? ഓടക്കുഴൽ വായിക്കുകയും. അങ്ങനെ വേണുഗോപാലനായ മുരളീധരനായ ഭഗവാന്റെ രൂപവർണ്ണനയാണ് അധ്യായത്തിൽ കാണുക. ബർഹാപീഠം നടവരവു കർണയോ കർണികാരം ബിഭ്രത്വാസ കനകകവിശം വൈജയന്തീം ചമാല രന്ധ്രാൻ വേണോ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. സുന്ദരമായിട്ട് ഓടക്കുഴൽ വായിക്കുക. അതൊരു ശ്ലോകത്തിൽ. ഇപ്പോൾ ബർഹാപീഠം, മൈപ്പീരിയൊക്കെയുള്ള ശിരസ്, നടവരവപു, നിപ്പ് തന്നെ നിർത്താണത്രേ. നിൽക്കുന്ന കണ്ടാൽ എന്തായിട്ട് തോന്നുകയാണ്? അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ധാരാളം മുടിയും പുറകിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണാണോ എന്ന് സംശയം തോന്നുന്നത്രേ. കുണുങ്ങി പോകുന്ന കണ്ടാലേ. അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് വളഞ്ഞല്ലേ, 3 വളവാണ്. കാലൊന്ന് വളച്ച്, അരക്കെട്ടൊന്ന് വളച്ച്, കഴുത്തും ഒന്ന് ചെരിച്ച് വളച്ച് വെച്ചിട്ടാണ് നിൽക്കുക. ഈ വളവെല്ലാം കൂടെ കാണുമ്പോൾ ദൂരേന്ന് നോക്കിയപ്പോൾ എന്താണ്? നടവരവപു. അതാണ് ഒരു സ്റ്റെപ്പ് അല്ലേ, അങ്ങനെയൊക്കെയാണ് പറയുക. എന്തപ്പോൾ പറയും? മുദ്രയോ
ഞങ്ങൾ കൊല്ലത്ത് ശക്തികുളങ്ങരയിൽ സപ്താഹം നടത്തുകയാണ്. ഈ സമയമൊക്കെ അവസാനത്തെ ദിവസമാണ്, തീരാറായി. അപ്പോൾ ഈ സമയം 11 മണിയായി കഴിയുമ്പോൾ നിറയെ ആളും അവിടെ എല്ലാ ദിവസവും എപ്പോഴും ഒരു 800 പേരുണ്ട്. അപ്പോൾ ഈ തീരാറായപ്പോൾ 2000 പേരൊക്കെ ഇരിപ്പുണ്ട്. അവിടെയാണ് ഇവിടെ ഇങ്ങനെ അറ്റത്ത് 2-3 കസേര വെറുതെ കിടപ്പുണ്ട്. ഒരമ്മ അതിൻ്റെ പുറത്ത് ഒരു കാലെടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. ഒത്തിരി റിട്ടയർഡ് പോലീസുകാരിയെ പോലെ ഒരമ്മ വേറെ വരുന്നുണ്ട്, മാസ്കും ഒക്കെ വെച്ചിട്ട്, നല്ല പൊക്കം, നല്ല വണ്ണം. അവരതിലേ കൂടെ വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ പേടിച്ചാണെന്നറിയില്ല, അവർ കാലൊക്കെ താത്തു വെച്ചു അതിരുന്നത്. ഇവരെ അവരുടെ ബാഗും എല്ലാം കൂടെ അതൊക്കെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചൊരു പോക്ക്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ മുമ്പിൽ കൂടെയാണ് ഈ കളിയൊക്കെ. ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. അവരവിടെ കൊണ്ടുവച്ച് അവർ തിരിച്ചു പോയി. അപ്പോൾ ഒന്നാമത് എൻ്റെ നാക്ക് അടങ്ങിയിരിക്കുകയില്ല. അവർ പകുതി വരെ പോയപ്പോൾ ഞാൻ വെറുതെ പോകാൻ വന്നതല്ലേ എന്ന് ഞാൻ ചോദിച്ചേ. ഇരിക്കാൻ വന്നതല്ല, പിന്നെ എന്തിനു വന്നതാണ്? ഉടനെ അവർ തിരിഞ്ഞു വരുന്നു. ഇപ്പോൾ അതായത് ഡാൻസിൻ്റെ ഒരു മുദ്രയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടേ ഇത്തിരി കുഴപ്പമുണ്ടായിരുന്നു, എനിക്കത് അറിയില്ലായിരുന്നേ. മാസ്കും ഒക്കെ വെച്ചിട്ടേ എന്നെ നോക്കിയിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ തിരുമേനി പറയാം, നല്ല സ്റ്റെപ്പാണ് കേട്ടോ അതൊന്നെ, ഏതാ നിൽക്കുന്ന നിപ്പേ. നമുക്കാണെങ്കിൽ വിഷമമായി, ഇത് ഇങ്ങനെ നിൽക്കുന്നതിനാ, നല്ല തട്ടിയും മണ്ണമൊക്കെ ഉള്ള സ്ത്രീ. അപ്പോൾ അമ്പലത്തിൽ ശിവേരി നടക്കുകയാണ്, ഉച്ചപൂജയാണ്, ഉച്ചശിവേരി നടക്കുകയാണ്. ഞാൻ പറഞ്ഞ അവിടെ തൊഴാൻ പോകാനാണെങ്കിൽ വേഗം അയ്യപ്പനെ തൊഴുതിട്ട് തിരിച്ചു വരിക, ഇവിടെ ഇങ്ങനെ നിന്ന് സമയം കളയല്ലേ. അപ്പോൾ അവരുടനെ 2 സ്റ്റെപ്പും കൂടെ വെച്ചു. അപ്പോൾ നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നൃത്തം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ മാസ്ക് വെച്ചിട്ട് ഉറക്കെ പറയുന്നതുകൊണ്ട് അമ്മ വന്നേക്കാണെന്ന്. അവർ ദേവിയെ അത്രേ അതാ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാസ്ക് വെച്ച ദേവിയെ ആദ്യമായിട്ട് കാണുക ഞാൻ എന്ന്. മാസ്ക് ഒന്ന് താക്കാമോ എന്ന് ചോദിച്ചേ. മാസ്ക് വെച്ച അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, അതൊന്ന് ഇത്തിരി താത്താ കൊള്ളാമെന്ന് പറഞ്ഞു. പരീക്ഷിക്കുകയാണോ എന്ന് എന്നോട് ചോദിച്ചേ. അപ്പോൾ അവിടെ പ്രായമായൊരമ്മ അവിടെ ഇരിപ്പുണ്ട്. അവക്കല്ലെങ്കിൽ ഇത്തിരി കൂടുതലാണ്, ആൾ കൂടുന്ന സ്ഥലത്തൊക്കെ വന്ന് ഇത്തിരി തുള്ളലുള്ളതാണ്. വേറെ പറയാം, കുറച്ച് നേരത്തേക്ക് നല്ല രസമായിരുന്നു. ഏതായാലും ഓരോരുത്തർക്ക് ഒരു ഭ്രമം മനുഷ്യർക്കേ. കാരണം ഈ പൊതുവേ പണ്ട് കാലത്തൊക്കെ സ്ത്രീകളെ കല്യാണം കഴിഞ്ഞാൽ അടുക്കളയിലോട്ടൊരു തള്ളാണ്. പിന്നെ ഇതുങ്ങൾക്ക് പബ്ലിക്കിൽ വരാൻ, ഇപ്പോൾ അഗ്നിസാക്ഷിയൊക്കെ ഉണ്ട്, ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവല് വായിച്ചിട്ടുള്ളവർക്കറിയാം. അത് പെട്ടുപോവാണ് അതിനകത്തോട്ടെ. ആരും വകവെക്കുന്നില്ല. മക്കള് ഒരു ചായ ഉണ്ടാക്കിയ നല്ല ചായ എന്നൊന്ന് പറയണ്ടേ, ഒരു കാപ്പി ഉണ്ടാക്കിയ കൊള്ളാമെന്നൊന്ന് പറയണ്ടേ. ഇതൊരു പരിഗണനയില്ല, ഒരു ബഹുമാനവും ഇല്ല, അല്ലേ? അങ്ങനെ എത്രയോ പേര് കാണും. ഇതല്ല, ഈ വിഷമവും ഉള്ളിലുള്ള തള്ളലും ഒക്കെ ഇത്തരം സ്ഥലത്താണ് പുറത്തു വരിക. എവിടെയെങ്കിലും വരുമ്പോഴേ അത് പതുക്കെ പതുക്കെ എന്തായിട്ട് മാറും? ഒരു ചെറിയ ഭ്രമം ആയിട്ട് മാറുന്നതാണ്. അത്രേ ഉള്ളൂ. അയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോവുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചടക്കത്തോടെ വന്ന് അവിടെ കൗണ്ടറിൽ പോയി വന്ദേഹമൊക്കെ വാങ്ങിച്ച് അവിടെ പോയി ഇരിക്കുന്നുണ്ട്, ഉപദ്രവമൊന്നും ഇല്ലാതെ പിള്ളലും ഒക്കെ നിർത്തിയിട്ടേ. അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ മനസ്സെന്ന് പറയുന്നത് ഒരു നൂലൻ ഞാടുമേക്കളിയാണ്. എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പിടി വിട്ട് പോകും. ദശരഥൻ്റെ കഥ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലേ? പുത്രദുഃഖം കൊണ്ട് ഞാൻ മരിക്കും എന്നാര് തീരുമാനിച്ചു? ദശരഥൻ തീരുമാനിച്ചു. ഒടുവിൽ എങ്ങനെ മരിച്ചു? കണ്ട, ഭഗവാൻ തന്നെ ചതുർത്ഥാകാലം 4ആയിട്ട് അവതരിച്ചതാണ്, അല്ലേ? ശ്രീരാമൻ പോയെങ്കിലും ലക്ഷ്മണൻ പോയെങ്കിലും ആര് കൂട്ടത്തിലുണ്ട്? ഭരതനും ശത്രുഘ്നനും. എല്ലാ അംശമാണ്, ഭഗവാന്റെ അംശങ്ങളാണ്. അത് കണ്ട് സ്വസ്ഥമായിട്ടിരിക്കരുതോ? ഇല്ല. അപ്പോഴും എന്ത് കാണണമെന്നാണ്? ഇനിയിപ്പോൾ കാണാം, വസുദേവരെ കാണാം. വസുദേവർക്ക് മനസ്സിലായി കൃഷ്ണൻ ഭഗവാനാണെന്ന് മനസ്സിലായി, രാമൻ ഭഗവാനാണെന്ന് മനസ്സിലായി. എന്നിട്ടും അവരോട് ദേവകിയും വസുദേവരും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഞങ്ങളുടെ മക്കളെ കണ്ടാൽ കൊള്ളാമെന്ന്. അപ്പം ഇവരെ കണ്ടിട്ട് തൃപ്തിയായില്ല. അന്നേരം ആരെ കാണുന്നതാണ്? അത് പോട്ടെ, സാരമില്ല. നിങ്ങൾക്കൊക്കെ ഭഗവാനെ കാണണമെന്നുണ്ടോ? മിണ്ടില്ല. ഉണ്ട്. പുറയിലൊന്നും മിണ്ടുന്നില്ലല്ലോ. ഒന്നുകൂടെ ചോദിക്കാം. എന്നാൽ ഭഗവാനെ കാണണമെന്നുണ്ടോ? ഉണ്ടെന്നാ പറഞ്ഞു. ശരി, ഇനി ശരിക്കും ആലോചിച്ചിട്ട് മറുപടി അറിയണം. ഉണ്ടെങ്കിൽ ഏത് രൂപത്തിൽ വന്നാൽ ഭഗവാനാണെന്ന് ബോധ്യമാകും? ആന്നൊന്നും പറഞ്ഞാൽ പോരാ. ഇപ്പം ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നെന്നിരിക്കട്ടെ, അത് ഏത് രൂപത്തിൽ വന്നാലാണ് ഭഗവാനാണെന്ന് ബോധ്യമാവുക? നമ്മളിപ്പോൾ പറഞ്ഞിട്ട് നിറന്ന പീലികൾ അങ്ങനെയൊക്കെ വന്നാൽ മതിയോ? അല്ലെങ്കിൽ മറ്റേ ചമ്മട്ടിക്കോലു വലതു കയ്യിൽ പാർത്ഥസാരഥി ഉണ്ടല്ലോ, അല്ലേ? അതെ, അങ്ങനെ വന്നാൽ മതിയോ? അതല്ലെങ്കിൽ ശിവന്റെ ഏതെങ്കിലും രൂപം?
ഇപ്പം തന്നെ നിങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ചിലും 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 എന്ന് വെച്ച് കേൾക്കുന്നു. പിന്നെന്തായി? ഓടക്കുഴലും മഞ്ഞപ്പെട്ടും പിന്നെന്താണ് ഒക്കെ മൈപ്പീലിയുള്ള കിരീടവും ഒക്കെ ആയിട്ട് ഒരാൾ ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ ഒന്ന് നിന്നു. നിന്നാൽ ഇത് ഭഗവാനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? നിങ്ങളെന്ത് വിചാരിക്കും? തെറ്റിപ്പോയതാ, വൈകിട്ടാ സ്വയംവര ഘോഷയാത്രയ്ക്ക് ആരോ വേഷം കെട്ടി വന്നെന്നല്ലാണ്ട്, അല്ലേ? രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് വേഷം കെട്ടി വന്നെന്നല്ലാതെ ഇത് ഭഗവാനാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ നമുക്ക്? സത്യത്തില് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വസ്തു അല്ല ആര്, ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളെപ്പോഴും പറയും നിർഗുണനാണ്, നിരാകാരനാണ്, പ്രത്യേകിച്ച് രൂപമൊന്നും ഇല്ലാത്തയാളാണ് ആര്? ഭഗവാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് ആർക്കറിയാം അല്ലേ? അതെ, രൂപമില്ലാത്തയാളാണ് ആര്? ഭഗവാൻ. ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ കണ്ണില്ലാത്ത ആൾക്കാരുണ്ട്, ഭക്തന്മാരായിട്ടുണ്ടല്ലേ. അവരോട് ചെന്നിട്ട് നിങ്ങൾ ചോദിക്കണം, ഈ നിങ്ങളുടെ കൃഷ്ണൻ എങ്ങനെ ഇരിക്കും എന്ന് ചോദിക്കും. നമ്മുടെ കൃഷ്ണൻ എങ്ങനെയാണ് ഇരിക്കുക? നീല നിറമുണ്ട്, പിന്നെ എന്തുണ്ട്? മഞ്ഞപ്പെട്ട്. ഇതുവല്ല അവർക്കുണ്ടോ? ഒരു അന്ധൻ്റെ കൃഷ്ണന് നീല നിറം സാധ്യതയുണ്ടോ? മഞ്ഞപ്പെട്ടിന് സാധ്യതയുണ്ടോ? മൈപ്പീലിയോ? കണ്ടോ? അപ്പോൾ സത്യത്തിൽ ആ നിർഗുണനായ നിരാകാരനായ രൂപമില്ലാത്ത ഭഗവാനെ കാണാൻ നമ്മളെക്കാളും എളുപ്പമാണ് ആർക്ക്? പോയി കണ്ണില്ലാത്തവർക്ക്, അല്ലേ? മനസ്സിലാകുന്നുണ്ടോ ഇത്? അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഈ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്കൊക്കെ ഭഗവാനെ കാണാൻ ഒരു തടസ്സമാണ്. ഇത് ഉള്ളത് കൊണ്ട് നമുക്കെന്ത് പിടികിട്ടുന്നില്ല? ആ നിരാകാരനായ ഭഗവാനെ പിടികിട്ടുന്നില്ല. നമ്മളെവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും. ഇനി ഒരു തവണ കണ്ടു, പെട്ടെന്ന് നമ്മളെ ഒന്ന് നോക്കി തൃപ്തിയായി, പോയി മറഞ്ഞു, അതുകൊണ്ട് തൃപ്തിയായി, പിന്നെ കാണാൻ തോന്നില്ലേ? കണ്ട, ഒരു കാലത്തും തൃപ്തിയില്ലാത്തതുങ്ങളാണ് ഏത്? ഈ ഇന്ദ്രിയങ്ങളെ. അതിനെ തൃപ്തിയാക്കുക എന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല. തൽക്കാലത്തേക്ക് തൃപ്തിയായെന്ന് തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെയും തോന്നും, ഒറ്റ തവണ ഇവിടെ കണ്ടാൽ കൊള്ളായിരുന്നു. നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടല്ലേ, ഒരു തവണ ഭഗവാനെ കണ്ടു, സന്തോഷമായി, മറഞ്ഞു. ഇപ്പം എന്താണ്? കണ്ടതിൽ സന്തോഷം, പോയതിൽ ദുഃഖം. ഇതാണ് അവസ്ഥ. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്ദ്രിയങ്ങൾ ഒരു കാലത്തും തൃപ്തിയില്ലാത്തതുങ്ങളാണ്. അവർക്ക് പിന്നെയും പിന്നെയും ആരെ കാണണമെന്ന് തോന്നും? കണ്ടത് തന്നെ കാണണമെന്ന് തോന്നും. അതുകൊണ്ട് അതിൻ്റെ വഴിക്ക് പോകാതിരിക്കുക. ഏതിൻ്റെ വഴിക്ക്? ഇന്ദ്രിയങ്ങൾ പറയുന്ന വഴിക്ക് പോകാതിരിക്കുക. ആർക്കാണോ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് പോകാൻ പറ്റുക, അവർക്ക് ആരെ കെട്ടി തുടങ്ങുമ്പോൾ അതൊക്കെ ഭഗവാനെ ലഭിച്ചു തുടങ്ങും. അല്ലാതെ എന്ത് പറ്റും? നമ്മൾ ഇത് ഇങ്ങനെ കറങ്ങും, നീല നിറവും മഞ്ഞപ്പെട്ടും, അല്ലേ? നമ്മൾ കറുപ്പെന്ന് പറഞ്ഞാൽ ചിലർ കറുപ്പല്ലല്ലോ നീലയല്ലേ എന്ന് ചിലർ പറയും. ഇനിയിപ്പോൾ നീലയോ കറുപ്പോ എന്ന് സംശയം ഉണ്ടെങ്കിലോ, പൂന്താനം ഒരു പാട്ടിൽ പച്ചക്കല്ലൊത്ത തിരുമേനി എന്ന് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അങ്ങനെ പറയാൻ എന്താ? തമാല നീലം, അതായത് ഇരുണ്ട പച്ച നിറാത്ത തമാല എന്ന് വെച്ചാൽ ഒരു മരമാണ്. അതിൻ്റെ ഇല ഇങ്ങനെ കൂടി, അശോകച്ചെത്തിയൊക്കെ ഇല്ലേ, ഒരുപാട് ഇല കൂടി കൂടി നിൽക്കും. അപ്പോൾ അതിനകത്തൊരു കളറുണ്ട് അത്രേ, അതാണ് അങ്ങേരുടെ നിറന്ന്. ഇനിയിപ്പോൾ എവിടെ പോയി തപ്പും നമ്മൾ ആ കളറിന്? ഇപ്പം ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്താണ് ഭഗവാന്റെ നില. അത്ര ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാരുള്ളത് കൊണ്ടാണ്? ഭഗവാനുള്ളത് കൊണ്ടാണ്. സ്വാമിജി, ഹരിഹരാനന്ദ സ്വാമിജി ഇവിടെ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞതാണിത്. ഭഗവാനെ, രൂപമില്ലാത്ത ഭഗവാനെ ഞാൻ രൂപത്തിലൂടെ ആരാധിച്ചു പോയി. നമുക്കിപ്പോൾ രൂപത്തിലൂടെ പറ്റുള്ളൂ. എന്നാൽ നമുക്ക് അറിയുകയും ചെയ്യാം ഭഗവാൻ എന്തില്ലാന്ന്, രൂപമില്ലാന്ന്. പക്ഷെ നമുക്ക് ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം താനും? ഒരു രൂപം വേണം താനും. എന്താണ്? ഭഗവാനോട് തന്നെ ശങ്കരാചാര്യസ്വാമികൾ പ്രാർത്ഥിക്കുകയാണ്. 3 തെറ്റെന്ന് പറയുന്നതിൽ ഒരു തെറ്റാണിത്. രൂപമില്ലാത്ത ഭഗവാനെ രൂപത്തിലൂടെ, വാക്കുകളുകൊണ്ട് പറയാൻ പറ്റാത്തയാളെ വാക്കുകൊണ്ട് വർണ്ണിച്ചു, എല്ലായിടത്തുമുള്ളയാളെ ഏതെങ്കിലും സ്ഥലത്ത് കാണാൻ തുടങ്ങി. 3 അപരാധം എന്നാണ് പറയാൻ. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടും. അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ അമ്പലോ, അല്ലേ? ഏകാദശിക്ക് എവിടെ പോയി കുസ്തി പിടിക്കണം നമുക്ക്? കണ്ട കൂട്ടത്തിൽ ഗുരുവായൂർ ഏകാദശി എന്നുണ്ടെങ്കിൽ കൃത്യം എവിടെ തന്നെ പോകണം നമുക്ക്? ഇവിടത്തെ കൃഷ്ണൻ വെറുതെ കാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരു മനുഷ്യനും ഇല്ലാതെ. എന്നാലും നമ്മൾ ഉരുണ്ടുപിടച്ച് അങ്ങോട്ട് പോകും. തിരിച്ചു വന്നിട്ട് 100 പരാതി, അവിടെ തിരക്ക് കൂടുതലായിരുന്നു, ഭക്ഷണം കിട്ടിയില്ല. എന്നാൽ ഇവിടുത്തെ ആളോ വെറുതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട് എല്ലായിടത്തും. കാരണം പറച്ചിലൊക്കെ ഗംഭീരമാണ്. എന്നാലും ഗുരുവായൂർ ഏകാദശിക്ക് എവിടെ തന്നെ പോകണം?
കണ്ടോ? ഇതൊരു ഭ്രമം അല്ലേ? അറിവുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാരണം നമുക്കറിയാം അവസാന കാലം വരെ ഇതൊന്നും തുടരാൻ പറ്റില്ലെന്നും അറിയാം. കിടന്ന കിടപ്പിലായാൽ അവിടെ കിടന്ന് നാവുള്ളിടത്തോളം കാലം നാമം ജപിക്കാം. വേറെ വല്ല പണിക്കും പറ്റുമോ? അതില്ലല്ലോ. ഇനി നാവും കൂടെ തളർന്ന് ബുദ്ധിയുള്ളിടത്തോളം കാലം എന്ത് ചെയ്യാം? ഓർത്തോണ്ടിരിക്കാം, ധ്യാനിക്കാമല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഈ ധ്യാന ജപാദികൾ ചെയ്തിടാത്തവൻ എന്തുണ്ടില്ല എന്നാണ്? ആനന്ദ അമൃതമുണ്ടില്ല. കേട്ടിട്ടോ നിങ്ങൾ? ഇല്ല, നിങ്ങൾ അത്തരക്കാരല്ല. അതേത് പാട്ടത്? ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. അതിലാണ് പറയുന്നത് ധ്യാന ജപാദികൾ ചെയ്തിടാത്തോൻ ആനന്ദാമൃതമുണ്ടില്ല. അപ്പം അത് ശീലിക്കുകയാണ്. ഏത് ശീലിക്കണം? കുറച്ചു നേരമെങ്കിലും ധ്യാനം, കുറച്ചു നേരമെങ്കിലും ജപം. ഇത്രയും ആൾക്കാർ ഇരിപ്പുണ്ടല്ലേ, 400-നടുത്ത് ആളായിട്ടുണ്ട്. ഈ മുഴുവൻ ആൾക്കാരും ധ്യാനം ജപം ശീലമുള്ളവരാണോ? കേട്ടോ? അല്ല. എന്നാൽ ഇനി എന്ന് കാര്യം പറഞ്ഞത് മനസ്സിലായി എന്ന് വെച്ച് ഇന്ന് വൈകിട്ട് മുതൽ തുടങ്ങുക പരിപാടി. കേട്ടോ? അപ്പം നമുക്ക് നമ്മുടെ ധർമ്മത്തിൽ അനുഷ്ഠാനം കൊണ്ടാണ് ധർമ്മം നിലനിൽക്കുക. നമുക്കൊരു ആചരണം വേണം എപ്പോഴും. അപ്പം നമ്മുടെ കുട്ടികൾ കോയമ്പത്തൂരോ ബാംഗ്ലൂരോ മംഗലാപുരത്തോ ഒക്കെ മറ്റു മതസ്ഥരായ കുട്ടികളുടെ കൂടെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ മുസ്ലിം കുട്ടികൾ നിസ്കരിക്കുകയും ക്രിസ്ത്യൻ കുട്ടികൾ പറ്റുമ്പോൾ കിടക്കണതിന് മുന്നേ ബൈബിള് വായിക്കുകയും ചെയ്യും. ആ സമയത്തൊക്കെ നമ്മുടെ സാധനം എന്ത് ചെയ്യായിരിക്കും? കേട്ടോ? മൊബൈലും ചിരണ്ടി മെനക്കിടുമായിരിക്കും. എന്നാൽ അവർക്ക് യുക്തമായ ഒരനുഷ്ഠാനം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അല്ലേ? അതിനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കുട്ടികൾ ഓർത്ത് വയ്ക്കുക, ഇവിടെ വന്ന് നമ്മൾ സഹസ്രനാമം ചൊല്ലുന്നതും ചൊല്ലി പഠിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ ആരെയും കാണിക്കാനൊന്നുമല്ല. നമുക്ക് ജീവിതത്തിന് ഒരു നിഷ്ഠയുണ്ടാവണം, അച്ചടക്കം ഉണ്ടാവണം. ഇപ്പം രാമനായാലും കൊള്ളാം, കൃഷ്ണനായാലും കൊള്ളാം, ഇവരാരും ബ്രാഹ്മണരൊന്നും ആയിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും ദിവസവും രാവിലെ ഒരു പൂജയൊക്കെ ഉണ്ട്, ഒരനുഷ്ഠാനമുണ്ട്. നമ്മുടെ ജയസൂര്യൻ തിരുമേനി ഉണ്ടല്ലോ അല്ലേ, അദ്ദേഹം ഗൾഫിലൊക്കെ പോയി എല്ലാവരെയും കൊണ്ട് അഗ്നിഹോത്രം പഠിപ്പിക്കും, സ്ത്രീകളെയൊക്കെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെ അഗ്നിഹോത്രം പഠിപ്പിച്ച ആളാണ് അദ്ദേഹം. വീട്ടിൽ ഒരാൾക്ക് പെണ്ണുങ്ങളെയാണ് പഠിപ്പിക്കുന്നത് കൂടുതലും, വലിയ ആൾക്കൂട്ടത്തിലാണ് പഠിപ്പിക്കലേ. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും എല്ലാ പുരുഷന്മാർക്കും ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയ, അത് സ്വന്തം അടുപ്പിലും ചെയ്യാം നമുക്ക്. പിന്നെ ഗ്യാസ് ആയതുകൊണ്ട് എന്തില്ല നമുക്ക്, അങ്ങനെ ഒരു അടുപ്പില്ലല്ലോ അല്ലേ? അതുകൊണ്ട് പറഞ്ഞാണ് പണ്ടങ്ങനെ ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം വ്യാപകം അതിൻ്റെ ഒരു പ്രചാരകനാണ് അദ്ദേഹം. നാട്ടുകാരനായതുകൊണ്ട് നിങ്ങൾ അറിയാത്തതായി. അങ്ങനെ ഒരു പദ്ധതിയുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ഇതുപോലൊക്കെ ആൾ കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അദ്ദേഹത്തിൻ്റെ നിന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമുക്ക് ശീലിക്കാവുന്നതേ ഉള്ളൂ. ലഘുവായ ഒരു വ്യവസ്ഥയാണ്. അതായത് നമുക്ക് ഈ ശരീരവും നമ്മുടെ ബുദ്ധിയും ഇതേ രൂപത്തിൽ തന്നത് ഈ ഈശ്വരന്മാരാണ്. അതായത് എല്ലാ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതൊക്കെ തടസ്സം കൂടാതെ കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ചെവിക്ക് അഷ്ടദിക്പാലകന്മാർ, ഒരു ദേവതയാണ്, ചെവിയുടെ ദേവതയാണ് ആര്? അഷ്ടദിക്പാലകർ. മൂക്കിന് അശ്വിനി ദേവതകളാണ്, നാസത്യൻ, ദസ്രൻ എന്ന് പറഞ്ഞ രണ്ടുപേരാണ്. നാവിന് വരുണൻ, ത്വക്കിന് വായു, കണ്ണിന് സൂര്യൻ, ഇവരൊക്കെ ദേവതയാണ്. അപ്പം ഇത്തരം ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ്, ദേവത എന്ന് വെച്ചാൽ ഒരു ചൈതന്യ കേന്ദ്രം, അനുഗ്രഹം കൊണ്ടാണ് നമുക്കിത് തടസ്സമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കത് തന്നതുകൊണ്ട് തിരിച്ചൊരു അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ഓരോന്നിൻ്റെ പേര് പറഞ്ഞിട്ട് ഹോമിക്കുകയും, ഇതവർക്ക് നേരിട്ട് കിട്ടാനൊന്നുമല്ല, നമ്മുടെ ഒരു കടം വീട്ടുകയാണ് നമ്മളെ യജ്ഞത്തിലൂടെ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതുകൊണ്ട് അവർക്കൊന്നും കിട്ടാനൊന്നുമില്ല. പക്ഷെ നമ്മളറിയണമല്ലോ അല്ലേ, നമുക്ക് തന്നതാരാണ്? അവരാണ് എന്നറിയണം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പരസ്പരം ഭാവയന്ത, അത് ഗീതയിൽ ഇതിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. നമ്മൾ അവരെ പുഷ്ടിപ്പെടുത്തുമ്പോൾ അവർ നമ്മളെയും പുഷ്ടിപ്പെടുത്തും. ചിലർ ഈ ഗണപതി ഹോമം നടത്തുമ്പോഴേ, സാധാരണ ഗണപതി ഹോമത്തിൽ സപ്താഹ സ്ഥലത്ത് തന്നെ ഗണപതി ഹോമം നടത്താറുണ്ട്. പലരും കണ്ണ് ചുമക്കുക, കണ്ണ് നീറുക എന്നൊക്കെ പറയും. പക്ഷെ ഇത് സ്ഥിരമായിട്ട് വന്നു ഞങ്ങളുടെ ഒന്നും കണ്ണ് നീറുമൊന്നുമില്ല. അതിൻ്റെ കീഴിൽ ഇരുന്നാലും നല്ല നെയ്യും നല്ല വിറകും നല്ല ചമ്മതയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ആരുടെയും കണ്ണ് നീറുമൊന്നുമില്ല. നമ്മുടെ തോന്നലാണ്, പുകയാണത്രേ. ബാക്കി പുക പോലെയല്ല. ഏത് പുക? അവിടുന്ന് വരുന്ന പുക. മനസ്സിലാവുന്നുണ്ടല്ലേ? അപ്പം ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചതായിരിക്കുമല്ലോ.
ഓരോ കമ്പ് കഷ്ണം ഇട്ട് നോക്കി 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 ഏതായിരിക്കും കുഴപ്പമില്ലാത്തത്, എന്നിട്ടോ ഏതായിരിക്കും മേന്മയുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ അവരെത്ര അധ്വാനം നടത്തി കാണും. അങ്ങനെയാണ് അവരെവിടെ എത്തിച്ചേർന്നത്, ഈ ഒരു വ്യവസ്ഥയിൽ എത്തിച്ചേർന്നത്. ശരി, അപ്പം അങ്ങനെ നമ്മളും വൃന്ദാവന ലീല അതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? എവിടെ വരെ എത്തിയായിരുന്നു? പോയി. അതെ, വൃന്ദാവന ലീലയെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം അവസാനം കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? വേണുഗാനമാണ്. വേണുഗാനം ഭഗവാൻ നല്ലപോലെ ഓടക്കുഴൽ വായിച്ച് കഴിഞ്ഞപ്പോൾ എന്തപ്പോൾ ഉണ്ടായത്? പശുക്കൾ ഭഗവാന്റെ ശരീരത്തെ നക്കിത്തുടച്ചടുത്ത് നിൽക്കുന്നു. ഈ പൈക്കുട്ടികളോ അവർ കൃഷ്ണൻ്റെ കാലും ഒക്കെ നക്കിത്തുടച്ച് അങ്ങനെ നിൽപ്പുണ്ട്. തള്ളപ്പശുക്കൾ പാല് ചൊരുത്തുന്നുണ്ട്. കാളകൾ കടിച്ചെടുത്ത പുല്ല് ചവച്ചരയ്ക്കാൻ പറ്റാണ്ട് കൃഷ്ണനെ നോക്കി നിൽക്കുകയാണ്. ദൂരെ പോയി നിന്ന മാനും മയിലും പിന്നെ പോകാൻ പറ്റാണ്ട് ഭഗവാനെ തന്നെ നോക്കി നിൽക്കുകയായി തിരിഞ്ഞിട്ടേ. മരങ്ങൾ പഴങ്ങളോടുകൂടി താണു വരുന്നു. ശിഖരങ്ങളൊക്കെ മരത്തിൽ കയറിപ്പോയ വള്ളികൾ കൃഷ്ണൻ്റെ നേരെ എഴഞ്ഞു വരികയായി. ഗോവർദ്ധന പർവ്വതത്തിൻ്റെ കരിമ്പാറ കെട്ടുകളൊക്കെ ഉരുകി ഒലിക്കുകയാണ് വെള്ളം പോലെ. യമുനാ നദിയോ അതിൻ്റെ ശക്തമായ ഓളം പാറ പോലെ ഉറച്ചുപോയി. ഇതൊക്കെ എന്ത് കേട്ടിട്ടാണ്? വേണുഗാനം കേട്ടിട്ടാണ്. അതായത് പ്രകൃതി വസ്തുക്കൾ പോലും അവരുടെ സ്വഭാവം മറന്നു. സ്വഭാവം, അവനവൻ്റെ ഭാവം മറന്നു. അതായത് വെള്ളം ഞാൻ വെള്ളമാണെന്നത് മറന്നു. പാറയോ ഞാൻ പാറയാണെന്നത് മറന്നു. ഏത് കേട്ടിട്ടാണ്? വേണുഗാനത്തെ നല്ലതുപോലെ കേട്ടിട്ടാണ്. അങ്ങനെ വേണുഗാനം നല്ലതുപോലെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്തതല്ല. ഇന്നലെ പറഞ്ഞല്ലേ, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ഇന്ദ്രിയം, അങ്ങനെ കൂട്ടിച്ചേർത്തതൊക്കെ മാറിക്കിട്ടും. എന്നിട്ടോ ഉള്ളിലുള്ള വസ്തുവിൽ ഉറയ്ക്കും. നല്ലതുപോലെ എന്ത് പഠിച്ചാൽ മതി? ഈ വേണുഗാനത്തെ ആസ്വദിച്ച് പഠിച്ചാൽ മതി. ഈ ഒരു അനുഭവമാണ് ഗോപികൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് രാസലീലയുടെ ഒരു ഘട്ടത്തിൽ പറയുന്നത്, ഉറങ്ങുമ്പോൾ നമ്മുടെ സകല അറിവുകളും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഒക്കെ ആരിലാണോ ലയിക്കുന്നത്, ഉള്ളിലുള്ളൊരു വസ്തുവിലേക്ക് എന്ത് ലയിക്കുന്നുണ്ട്? നമ്മുടെ മനസ്സ് ലയിക്കുന്നുണ്ട്, ബുദ്ധിയിലേക്ക്. ഒരുപാട് അറിവുകൾ നമുക്കുണ്ടേ. ഈ അറിവൊക്കെ ഉറങ്ങുമ്പോൾ എങ്ങോട്ട് പോകും അല്ലേ? രാവിലെ ഉണരുമ്പോഴോ കൃത്യമായിട്ടൊക്കെ തിരിച്ചും തരും അല്ലേ? ഇങ്ങനെ എവിടേക്കാണോ നമ്മുടെ അറിവുകളൊക്കെ ലയിക്കുന്നത്, അതേപോലെയാണത്രേ ഗോപികൾ ആരിൽ ലയിച്ചത്? ഭഗവാനിൽ ലയിച്ചത്. മനസ്സിലാകുന്നുണ്ട്? രാസലീലയെക്കുറിച്ച് പറഞ്ഞതാണത്. എവിടെയാണോ എല്ലാം ലയിക്കേണ്ടത് അങ്ങോട്ടാണ് ആരും ലയിച്ചത്? ഗോപികളും ലയിച്ചത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഈ വേണുഗാനം കഴിഞ്ഞ ഉടനെ വസ്ത്രാപഹരണ ലീലയാണ് അല്ലേ? അതിന് കാരണം എന്താണ്? 22-ാമത്തെ അധ്യായത്തിൽ ഗോപികൾ ഭഗവാനെ ലഭിക്കുന്നതിന് അവരുടെ തടസ്സമായിട്ട് നിന്ന മായ. അപ്പം നമ്മൾ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും നടുക്ക് സീത മായയാണെന്നാണല്ലോ പറഞ്ഞത് അല്ലേ? ഭഗവാനെ കാണാൻ ലക്ഷ്മണന് ഒരു തടസ്സമായിട്ട് നടുക്കാരുണ്ട്? യോഗമായുണ്ട്, സീതയുണ്ട്. ഇനി ഭഗവാനെ കാണാൻ ലക്ഷ്മണന് 2 മാർഗമുണ്ട്. ഒന്നുകിൽ ഭഗവാനോട് പറയുക, അല്ലെങ്കിൽ മായയോട് പറയുക. ഇതേപോലെ നമുക്കും ഭഗവാനും നമുക്കുമിടയ്ക്ക് ഉള്ള അജ്ഞാനമാകുന്ന മറ അത് മാറണം. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മായ എന്ന് പറഞ്ഞത്. ഒന്നുകിൽ ഭഗവാനോട് പറയുക. എന്ത് പറയണം? ഭഗവാനോട് മായ നീക്കിത്തരാൻ പ്രാർത്ഥിക്കുക. അല്ലെങ്കിലോ മായയോട് തന്നെ പറയുക. എന്ത് പറയണം? ഭഗവാനെ കാണാൻ അനുഗ്രഹിക്കണം. ഗോപികൾ 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. യമുനയുടെ മണൽത്തീരത്ത് മണ്ണ് കൊണ്ടൊരു ദേവീ വിഗ്രഹമൊക്കെ ഉണ്ടാക്കി അതിനൊരു പൂജ, കാർത്യായനി പൂജ നടത്തുകയായി. എന്നിട്ട് എന്താണ് അമ്മയോട് പറഞ്ഞത്? കാർത്യായനി മഹാമായേ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. അത് പ്രാർത്ഥനയാണ്. അങ്ങനെ യോഗമായ ദേവിയുടെ അനുഗ്രഹം അവർക്കുണ്ടായി. ഈ അനുഗ്രഹം ഉണ്ടായെന്ന് വെച്ചാൽ എന്താണ്? ഭഗവാൻ അവർക്ക് കൂടുതൽ ദൃശ്യനാവാൻ തുടങ്ങി. അപ്പം ഭഗവാൻ മനസ്സിലായി ഗോപികളുടെ ശുദ്ധ ഹൃദയം. പിന്നീട് ഭഗവാൻ വസ്ത്രാപഹരണ ലീലയിലൂടെ ഗോപികളുടെ ശരീരബോധത്തെ നീക്കി രാസലീലയിലൂടെ മനസ്സിൻ്റെ കുഴപ്പങ്ങളെയും അടർച്ചകളെയും ഒക്കെ മാറ്റി പിന്നീട് വൃന്ദാവനത്തിൽ നിന്ന് പൊയ്ക്കളഞ്ഞു. പിന്നെ വളരെ കാലത്തിന് ശേഷമാണ് ഗോപികൾ ആരെ കാണുന്നത്? കൃഷ്ണനെ കാണുന്നത്. ഏതാണ്ട് 70ഓളം വർഷം കഴിയും. അങ്ങനെ ദീർഘമായ വിയോഗത്തിലൂടെ അവരുടെ ബുദ്ധിയെയും ഉറപ്പിച്ചു നിർത്തി. അങ്ങനെ ഉള്ളിലുള്ള ചൈതന്യത്തെ മറച്ചിരുന്ന ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയ മറകൾ നീങ്ങി
ഗോപികൾക്കുള്ളിൽ നിന്ന് തന്നെ ആര് തെളിഞ്ഞു? ഭഗവാൻ തെളിഞ്ഞു. അവിടെ നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ്, എവിടെയെങ്കിലും പോയിട്ട് കിട്ടേണ്ട വസ്തുവല്ല ഭഗവാൻ, ഏതെങ്കിലും കർമ്മത്തിലൂടെ നേടേണ്ട വസ്തുവല്ല ഭഗവാൻ, പുറത്തു നിന്ന് അകത്തേക്ക് വരേണ്ട ആളും അല്ല, പിന്നെയോ ഉള്ളിൽ നിന്ന് തെളിയേണ്ട വസ്തുവാണ്. ഇപ്പം എന്താ തെളിയാത്തത്? എന്താണ്? ഈ മറകൾ കാരണമാണ്. ഏത് മറകൾ? ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയത്. അത് ഗോപികൾക്ക് മാറ്റി കൊടുക്കുകയാണ് ആര് ചെയ്തത്? ഭഗവാൻ. വസ്ത്രാപഹരണ ലീല, രാസലീല, പിന്നെ ദീർഘമായ വിയോഗം ഇതിലൂടെ ചെയ്തത്. ബാക്കി കഥകൾ നമുക്ക് ഇന്ന് വൈകുന്നേരം രുക്മിണി സ്വയംവരത്തിനോട് ചേർന്നും പിന്നെയോ നാളെ രാവിലെയും ഒക്കെ ആയിട്ട് പറഞ്ഞു തീർക്കുകയും ചെയ്യാം. രാധേശ്യം. ഇനി നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പണത്തോടു കൂടിയിട്ട് പാല് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. എല്ലാവരും സമർപ്പിച്ചോ? ഇനി അന്ന് മൂളര് സമർപ്പിക്കാത്തവരുണ്ട്, അവരല്ലേ മൂളേണ്ടത് അല്ലേ? അപ്പോൾ സമർപ്പിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി കൗണ്ടറിൽ ചെല്ലുക, വേഗം പാല് മേടിച്ച് ഇവിടെ കൊണ്ടുവരിക. തീർന്ന പാലിന് എത്ര രൂപയാണ് മേടിച്ചത്? 100 രൂപയാണ്. 20 രൂപയാണ്, വെറും 20 രൂപയാണ്. എന്നിട്ടാണ് ഇത്രയും കുറച്ച് പേര് വാങ്ങിച്ചല്ലേ? ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വേഗം ചെല്ലുക, ഒരു കീർത്തനം കൂടെ പാടാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേഗം പാല് വാങ്ങിക്കുക, ഇവിടെ കൊണ്ടുവന്നൊഴിക്കുക. ദേവേന്ദ്രൻ്റെ അഹങ്കാരം കണ്ട് ഭഗവാന് തന്നെ കോപമുണ്ടായി. അങ്ങനെ ദേവേന്ദ്രന് ചെയ്യാൻ വെച്ചിരുന്ന പൂജാ സംഭാരങ്ങളെ കൊണ്ട് ഗോവർദ്ധനത്തിന് പൂജ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആദ്യം ബോധ്യമാകാത്ത ഗോപന്മാരെ ഭഗവാൻ ശാസ്ത്ര വഴികളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചു. അങ്ങനെ അവർ ഗോവർദ്ധനത്തിന് പൂജ കഴിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഗോവർദ്ധനം രക്ഷിക്കും എന്ന് പറഞ്ഞതാണ്. ദേവേന്ദ്രൻ ഇതറിഞ്ഞു. അറിഞ്ഞപ്പോൾ കോപമുണ്ടായി. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? നിർത്താതെ മഴ പിടിപ്പിച്ചു. എവിടെ? വ്രജത്തിലായി, വൃന്ദാവനത്തിൽ. ഗോവർദ്ധനം രക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധന പർവ്വതത്തെ ചെറുവിരലിൽ ഉയർത്തി നിർത്തി. അങ്ങനെ സപ്താഹമേകഹസ്തേന 7 ദിവസം ഭഗവാൻ അങ്ങനെ തന്നെ നിന്നു. ഒടുവിൽ മഴമേഘങ്ങളുടെ സ്റ്റോക്ക് തീർന്നു. ദേവേന്ദ്രൻ പരാജയപ്പെട്ടു. മഴ തീർന്നു, വെള്ളം ഒഴിഞ്ഞു. ഭഗവാൻ പർവ്വതത്തെ പൂർവ്വസ്ഥിതിയിൽ വെച്ചു. എന്നിട്ടോ ദേവേന്ദ്രന് കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ടൊരു ക്ഷമ പറയണം എന്നുണ്ട്. അത് വേണമല്ലോ അല്ലേ? തെറ്റ് ചെയ്തു പോയി, ക്ഷമ പറയണം. പക്ഷേ നമ്മളൊരാളോടൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് ഒറ്റയ്ക്ക് പോകാനൊരു മടി ഉണ്ടാവും അല്ലേ? മലയാളത്തിലൊരു വാക്കുണ്ട്, ചമ്മൽ അല്ലേ? അത് വൈദ്യലിംഗ ശർമ്മ സാറ് പറയും, ഡിക്ഷണറിയിലൊന്നും ഇല്ല, അത്ര ഇല്ല, പുതിയ വാക്കാണ്, നമ്മൾ ഈയിടെ ഉണ്ടാക്കിയതാണ്. ഏത് വാക്ക്? ചമ്മൽ. പണ്ടൊന്നും പറയില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗോമാതാവായ സുരഭിയോട് പറഞ്ഞു, നീ കൂടെ ഒന്ന് വന്നാൽ കൊള്ളാം. സുരഭി ഒന്നുകൂടെ ഭഗവാനെ കാണാൻ പറ്റുന്നതല്ലേ. അങ്ങനെ സുരഭി പാല് കൊണ്ടുവരികയും ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് ഗംഗാജലവും കൊണ്ടുവരും. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഭഗവാന് അഭിഷേകം കഴിക്കുകയും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും നിർബന്ധിച്ചതേ, നമുക്കിപ്പോൾ ഒരു 4 ലിറ്റർ പാല് മേടിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ആര് കൊണ്ടുവരും? കമ്മിറ്റിക്കാർ കൊണ്ടുവരും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെയും സമർപ്പണം അതിലാവുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ വേഗം ചെല്ലുക, പാല് വാങ്ങിക്കുക, സമർപ്പിക്കുക. രാധേശ്യാം, രാധേശ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. പാഹി മുകുന്ദ പരമാനന്ദ പാപനിഹന്ത ശ്രീകാന്ത. പാഹി മുകുന്ദ പാപനിഹന്ത. ഉറക്കെ പാടും എല്ലാവരും. ഇതറിയാവുന്ന പാട്ടല്ലേ, പഴയ സിനിമാ പാട്ടല്ലേ, എന്നിട്ടും അറിയില്ലല്ലോ. മാനസ വൃന്ദാവനിയിൽ മരന്ത മാധുരി ചൊരിയൂ ഗോവിന്ദ. മാധുരി ചൊരിയൂ ഗോവിന്ദ. മാധുരി ചൊരിയൂ ഗോവിന്ദ. പാഹി മുകുന്ദ പാപനിഹന്ത ശ്രീകാന്ത. മാനസ വൃന്ദാവനിയിൽ മാധുരി ചൊരിയൂ ഗോവിന്ദ. മാധുരി ചൊരിയൂ. പാടുതരാം
വെണ്ണതര പശുപാലകനെ ഗോവിന്ദ. ഉറക്കെ പാടും. പശുപാലകനെ. ഉറക്കെ കൈവിട്ടു എല്ലാവരും. ആളുകളും എല്ലാവരും കൈവിട്ടു. പരമാനന്ദം ഞങ്ങൾ കരുളുക പരിതാപഹരേ ഗോവിന്ദ. ഗോവിന്ദ പരിതാപഹരേ ഗോവിന്ദ പരിതാപഹരേ. കാത്തരുളിടുക കണ്ണീരാൽ നിൻ കാൽത്തളിർ കഴുക ശ്രീകൃഷ്ണ. കാൽത്തളിർ കഴുക എല്ലാ ജന്മവും അടിയങ്ങളെ നീ ഒന്നായി ചേർക്കുക മണിവർണ്ണ. ഒന്നായി ചേർക്കുക മണിവർണ്ണ. ഒന്നായി ചേർക്കുക. പാവിമുകുന്ദ പരമാനന്ദ പാപനികന്ദ ശ്രീകാന്ത. പാവിമുകുന്ദ മാനസ വൃന്ദാവനിയിൽ മരന്ദ മാധുരി ചൊരിയൂ ഗോവിന്ദ. മാനസ മാധുരി ചൊരിയൂ ഗോവിന്ദ. മാധുരി ചൊരിയൂ ഗോവിന്ദ. മാധുരി ചൊരിയൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധേശ രാധേശ. എല്ലാവരും സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരക്കിടണ്ട, നമ്മൾ അഭിഷേകം ചെയ്യാൻ പോവാണ്. അങ്ങനെ എല്ലാവരുടെയും സമർപ്പണത്തോടുകൂടി തന്നെ നമ്മളും നമ്മളെ കൊണ്ടാവും വിധം ഗോവർദ്ധനോദ്ധാരണം ഗോവിന്ദാഭിഷേകം എന്ന ഭഗവതി ലീല ഇവിടെ ആചരിക്കുകയാണ്. അടുത്ത 2 ശ്ലോകങ്ങളിൽ 27ാമത്തെ അധ്യായത്തിലാണ് ഇതുള്ളത്. അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ അഭിഷേകമാണ് നമ്മൾ കാണുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. വായ്ക്കര വീടാം, ആർപ്പ് വിളിക്കാം, നാമം ജപിക്കാം. ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിഭയസാത്മന ജലൈരാകാശഗംഗായ ഐരാവതകരോദ്ധൃതൈ ഇന്ദ്രസുരഷ്ടിഭിസ്സാകം നോദിതോ ദേവമാതൃതേ അഭ്യഷിഞ്ചദാശാർഹം ഗോവിന്ദ ഇതി ചഭ്യധാര. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ.
നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ദേവി മഹേശ്വരി പാർവതി ശങ്കരി സാംബ സദാശിവ ശംഭോ ശങ്കര. നന്ദകുമാര നവനിത ചോര ഗോപകുമാര ഗോകുലനാഥ. ഹരിഹരപുത്ര ആശ്രിതവത്സല ശബരിഗിരീശ കാനനവാസ. രാധാരമണ മുകുന്ദ മുരാരേ പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധേശ്യാം.